السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين أما بعد. ബഹുമാനമുള്ള സയ്യിദന്മാരെ, പണ്ഡിതന്മാരെ, മുതഅല്ലിമീങ്ങളെ, സഹോദരന്മാരെ, മർക്കസ് സമ്മേളനത്തോടനുബന്ധിച്ച് അതിൻ്റെ പ്രചരണത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയ സദസ്സാണ്. അതിന്റെ ലാസ്റ്റില് ഒരു ബുർദ മജ്‌ലിസും കൂടെ നടത്തണം എന്ന ബഹുമാനപ്പെട്ട അലി മുസ്ലിയാരുടെ നിർബന്ധത്തിന് വഴിപ്പെട്ട് ബുർദയിൽ കൂടാനാണ് ഞാനും വന്നിട്ടുള്ളത്. ഉസ്താദിനെ സംബന്ധിച്ച് അറിയാത്തവയില്ല, പറയേണ്ട ആവശ്യമില്ല. ഉസ്താദിന്റെ മക്കള്, ഞാനിത് പറയുമ്പോൾ ഒരിക്കലും എന്നെ സംബന്ധിച്ച് തെറ്റിദ്ധരിക്കാൻ സാധ്യതയില്ല. കാരണം ഞാൻ സഖാഫിയല്ല, ഞാൻ അഹ്സനിയാണ്. ഇന്നും കേരളത്തിൽ ദീനീ പ്രചരണ രംഗത്ത് ഉസ്താദിന്റെ മക്കളെ പോലെ തിളങ്ങി നിൽക്കുന്നവർ ഇല്ല. പ്രസംഗരംഗത്തും എഴുത്ത് രംഗത്തും ഏതെല്ലാം വിഷയങ്ങളുണ്ടോ അതിലൊക്കെ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്നത് സഹാബികളാണ്. എന്താണ് അതിന് കാരണം? അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചെയ്ത ഉസ്താദുമാരാണ് എല്ലാ നമ്മുടെ ഇഹ്യാഉസ്സുന്നയിൽ, മർക്കസിൽ, ഷാരിയയിൽ, അതുപോലുള്ള എല്ലാ കോളേജിലും ഉള്ളത് ഉഹ്റവിയായ വലിയ വലിയ മഹാന്മാർ തന്നെ. ഉസ്താദിന്റെ മക്കൾക്ക് പ്രവൃത്തിയുണ്ടാകാൻ കാരണം അവിടുന്ന് ഇറങ്ങിയ ഒരു കുട്ടി, ഒരു സഖാഫി, അതിനെന്തെങ്കിലും ഒന്നും പറ്റാതിരിക്കലോ ഉറപ്പ്. ഒരു എന്തെങ്കിലും അതിനെക്കൊണ്ട് ഏറുണ്ടാവുന്ന ഉറപ്പാണ്. അത് ഏത് സഖാഫിയാലും വേണ്ടി അത് ഉസ്താദിന്റെ ബർക്കത്താണ്. അവിടുത്തെ ഉദ്ദേശശുദ്ധിയാണ്. ഞാൻ അവിടുത്തെ അതിന്റെ കിതാബ് പോയ ആളല്ല, പക്ഷേ ഞങ്ങൾ ഉസ്താദിന്റെ ശൈഖാണ്, ഞങ്ങൾ ഉസ്താദുമാരുടെ ശൈഖാണ് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ്, ബഹുമാനപ്പെട്ട വൈലത്തൂര് ഉസ്താദ്. അല്ലാഹു ആഫിയത്തോടെ ദീർഘായുസ്സ് നൽകട്ടെ. ഉസ്താദിന്റെ ശബത്ത് എന്ന് പറഞ്ഞാൽ ഒരാളുടെ മശായിഖിനെ സംബന്ധിച്ച് ഉണ്ടാക്കപ്പെട്ട ഗ്രന്ഥം. അതിൽ വൈലത്തൂർ ഉസ്താദിന്റെ സംബന്ധിച്ച് ഈ നാട്ടുകാർക്ക് ശരിക്കും കോമറ്റുപുഴയിലെ 10 വർഷത്തോളം ദർസ് നടത്തി. അതിന്റെ മുമ്പ് തെയ്യാലയിൽ 1 വർഷം ദർസ് നടത്തി. പിന്നെ പല നിലക്കും ഈ നാടും ഇതിന്റെ അടുത്ത നാടുകളൊക്കെ ഉസ്താദിന് വലിയ ബന്ധമുണ്ട്. ആ പ്രായമെത്തിയ ഉസ്താദിന്റെ ശൈഖാണ് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ്. അത് പറയുന്നതിൽ ബഹുമാനപ്പെട്ട വൈലത്തൂർ ഉസ്താദിന്റെ സന്തോഷം എത്രയാണ്. മുഹറം 10 ആശൂറാവിന്റെ മുസൽസൽ അഥവാ മുഹറം 10 തന്നെ ഉന്നതന്മാരായ സഹാബികളോ അല്ലെങ്കിൽ മഹാന്മാരോ തന്റെ ശിഷ്യന്മാർക്ക് ഓതിക്കൊടുത്തൊരു ഹദീസ്. ആ ഒരു ശിഷ്യന്മാർ അതേ ദിവസം അവരെ ശിഷ്യന്മാർക്ക് ഓതിക്കൊടുത്ത്, അവരുടെ ശിഷ്യന്മാർ അവരെ ശിഷ്യന്മാർക്ക് അതേ ദിവസം ഓതിക്കൊടുത്ത്, ഇങ്ങനെ ഏകദേശം 10-20ഓളം പണ്ഡിതന്മാർ, ഉയർന്നുയർന്ന പണ്ഡിതന്മാർ മുഹറം 10 തന്നെ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത മുസൽസൽ ബിയൗമി ആശൂറ എന്ന ഹദീസ് വായിക്കുമ്പോൾ ആ ഹദീസിൽ വൈലത്തൂർ ഉസ്താദിന് ആശൂറാന്റെ ദിവസം ഈ ഹദീസ് ഓതിക്കൊടുത്ത ശൈഖാരാണ്. ഞാൻ ഈ കഴിഞ്ഞ ആശൂറാന്റെ ദിവസം ഉസ്താദിന്റെ അരികിൽ വായിച്ചു. മർക്കസ് സഖാഫത്ത് സുന്നിയുടെ ബാലിയായ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബൂബക്കർ അഹ്മദ് എന്ന് ഉസ്താദ് എഴുതി വെച്ചിരിക്കുന്നു ഉസ്താദിന്റെ സബത്തിൽ. അതൊരു വർഷമല്ല, 2 വർഷം
വ്യത്യസ്തമായ ഒരു വർഷം കഴിഞ്ഞ് 4 വർഷം ശേഷം പിന്നീടും ആശൂറാന്റെ ദിവസം ബറക്കത്തിന് വേണ്ടി വൈലത്തുൽ ഉസ്താദ് പോയി ഏറ്റി ഉസ്താദിന്റെ കയ്യിൽ നിന്ന് ആശൂറാന്റെ ഹദീസ് മുസൽസൽ റിപ്പോർട്ട് ചെയ്യുന്നു. എനിക്ക് വൈലത്തുൽ ഉസ്താദ് തലയെ കെട്ടി തന്നിട്ടുണ്ട്. എന്റെ അടുത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് ഞാൻ കെട്ടിക്കൊടുക്കാറുണ്ട്. വൈലത്തുൽ ഉസ്താദിക്ക് തലയെ കെട്ടി കൊടുക്കുന്ന റസൂലുള്ളാഹി തങ്ങൾ വരെ എത്തുന്ന ശൃംഖല മുറിയാതെ എത്തുന്ന ആ സിൽസില ആരാണ് കെട്ടിക്കൊടുത്തത്? വൈലത്തുൽ ഉസ്താദിന് തലയെ കെട്ടിക്കൊടുത്തത് ബഹുമാനപ്പെട്ട ഏറ്റി ഉസ്താദാണ്. ഉസ്താദിനോട് വെറുക്കാൻ നമുക്കൊരു ക്യാപ്പ് കാണുന്നില്ല. എന്നേക്കാ ആ മനുഷ്യന് വെറുക്കല്, എന്നേക്കാ ഒരു ഭ്രാന്തനല്ലാതെ ഭ്രാന്തനും വെറുപ്പില്ല. എന്നേക്കാ വെറുക്കുക? ആ മനുഷ്യനെ കണ്ടാല് നേരിട്ട് കണ്ടാ ഒന്നും പറയാൻ കഴിയില്ല, പറഞ്ഞു വരൂല്ല, മുഖത്ത് നോക്കി പറയാൻ കഴിയില്ല. എന്റെ വിദ്യാർത്ഥി ജീവിത കാലത്ത് ഉസ്താദിന്റെ ക്ലാസ്സിൽ നിന്ന്, വൈലത്തുൽ ഉസ്താദിന്റെ ക്ലാസ്സിൽ നിന്ന് ഒരു ഗ്രൂപ്പിന് ഉസ്താദ് പ്രവർത്തിക്കാത്ത കാലത്തും നിഅമയുടെ ബാബു വന്നപ്പോൾ നിഅമ അബ്ദി എപി എന്ന് ഉസ്താദ് അന്ന് എപി ഗ്രൂപ്പിലും ഇകെ ഗ്രൂപ്പിലും പ്രവർത്തിക്കാത്ത കാലം അന്ന് നിഅമ അബ്ദി എപി എന്ന് പറഞ്ഞു. അതൊരു പ്രയോഗമാണ്. ഏറ്റവും നല്ല മനുഷ്യൻ ഞാൻ കണ്ടോടത്തോളം ഉണ്ടെങ്കിൽ അത് എപി ഉള്ളൂ. അതാണ് അതിന്റെ അർത്ഥം. അന്നേ നമ്മുടെ മനസ്സിൽ ആ ബിന്ദു, ആ മർക്കൽ അത് നമ്മുടെ മനസ്സിൽ കിടക്കുന്നു. പിന്നെ നമ്മൾ അതേ അനുഭവിക്കുകയാണ്. പിന്നെ എന്റെ അനുഭവത്തിൽ കുറെ ആത്മീയമായി ഉസ്താദിൽ നിന്ന് എനിക്ക് കിട്ടി. അവിടുത്തെ മക്കൾക്ക് അപ്പൊ എത്ര കിട്ടിയിട്ടുണ്ടാവും? എത്ര കിട്ടിയിട്ടുണ്ടാവും? ഉസ്താദ് ഒരു ഭൗതിക കാഴ്ചയിൽ ഒരു ഭൗതികമായി വളരെ ഉയർന്നൊരു വ്യക്തിയാണ്. ഡ്രസ് നമ്മളെ പോലത്തൊന്നുമല്ല, നല്ല ഡ്രസ്സായി. വണ്ടി ഏതെങ്കിലും അംബാസഡർ ഒന്നുമല്ല, നല്ല വണ്ടിയായി. അതുകൊണ്ടൊന്നും ഒരു മനുഷ്യനൊന്നും വരാൻ പറ്റില്ല. അങ്ങനെ അള്ളാഹു ഭൗതികം കൊണ്ട് നിറച്ച അള്ളാഹുവിന്റെ ഔലിയാക്കൽപ്പെട്ട ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ്. ഇത് പറയുമ്പോൾ ഒരു തമാശയായി കാണരുത്. ഇതാണ് സഹോദരന്മാരെ സത്യമുണ്ട്. വലിയൊരു പണ്ഡിതൻ. ഏത് വിഷയത്തിലാണ് ആ മനുഷ്യൻ തളർന്നിട്ടുള്ളത്? എവിടെയാണ് തളർന്നിട്ടുള്ളത്? ഏതെടുത്ത് നോക്കിയാലും ഉസ്താദിന്റെ ഭാഗത്ത് അള്ളാഹു തആല നിൽക്കുന്നുള്ളതാണ്. എന്തെല്ലാം ചിന്താഗതിക്കാൻ, ഏതെല്ലാം മോഡൽ, എന്തെല്ലാം ലക്ഷ്യം വെച്ച്, എന്തെല്ലാം ചോദ്യങ്ങളാണ് ഇവിടെ നിന്നൊക്കെയാണ് ചോദിച്ചത്. ഇന്ന് വരെ അങ്ങനെ ഒറ്റവാക്കിൽ എല്ലാം ഉൾക്കൊള്ളുന്ന രൂപത്തിൽ മറുപടി പറയാൻ കഴിയുന്ന ഒരാള് നമ്മളതിൽ പറയാൻ കഴിയില്ല. ഉണ്ടെങ്കിൽ പറയട്ടെ, ഇല്ല. ഒരു വാക്കിൽ തെറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എത്ര ആളുകളെ കാത്തിരിക്കുന്നത് ഇന്ന് വരെ സാധിച്ചിട്ടില്ല. കൊട്ടപ്പുറം സംവാദം 3 ദിവസം മനുഷ്യൻ നടത്തി. നമ്മളൊക്കെ കേട്ടതാണ്, കേസറ്റ് മുഖേനെങ്കിലും. ആ 3 ദിവസം പുഞ്ചിരിയോടുകൂടെ സംസാരിച്ച് ഒരു ദിവസം പോലും ഒരു പ്രയാസം സദസ്യർക്കോ എന്റെ മുഖാത്തതിനോ സംഭവിക്കാത്ത രൂപത്തിൽ നല്ല രൂപത്തിൽ കൈകാര്യം ചെയ്ത് അവസാനം മൗലവിമാർക്ക് ദേഷ്യം പിടിച്ച് പ്രശ്നം അലസി. അന്ന് ഇവിടെയുള്ള വലിയ വലിയ പണ്ഡിതന്മാരെന്ന് പറയുന്ന ചില ആളുകൾ അവരോട് ഒരു ദിവസമെങ്കിലും വിഷയം അവതരിപ്പിച്ച് സംസാരിക്കാനെങ്കിലും പറഞ്ഞതെന്താ? എന്തേ പറഞ്ഞത്? അർത്തോനെ, ഞാൻ കിതാബിന്റെ ആൾമാർ ഒന്നായിട്ട് ഞാൻ അവിടെ കൊടുത്തിട്ടിരുന്നാൽ എന്നോടൊന്നും പറയരുത്. കിതാബിൽ ഇല്ലില്ല എന്ന് ആർക്കെങ്കിലും ഇഷ്കാലുണ്ടോ? കിതാബിന്റെ തന്നെ ഇലുമുള്ള കിതാബിന്റെ ആൾമാർ കൊടുത്തിട്ടേരാ, മൂപ്പര് കൊടുത്തിട്ടേരപ്പോഴും പണ്ഡിതന്മാർ പറഞ്ഞതാ. എന്നിട്ട് ആ മനുഷ്യൻ ആ 3 ദിവസവും നിന്ന് കിതാബ് നോക്കിച്ചത് കൊണ്ടൊന്നും വിഷയം പറയാൻ കഴിയില്ല. അള്ളാഹുവിന്റെ പ്രത്യേക തൗഫീഖ് വേണം. ഇവിടെ കഴിഞ്ഞുപോയ എല്ലാ ഔലിയാക്കളും ഉസ്താദിന്റെ കൂടെയായിരുന്നു. നമുക്കറിയാം, ബഹുമാനപ്പെട്ട കുട്ടിക്കുളം അബ്ദുൽ അസീസ് ഖാദിരി, ബഹുമാനപ്പെട്ട കൊണ്ടൂർ ഉസ്താദ്, ബഹുമാനപ്പെട്ട വടകര മുഹമ്മദ് ഹാജി തങ്ങൾ, ബഹുമാനപ്പെട്ട കൈപ്പമംഗലം കരീം ഹാജി, അതുപോലുള്ള ബഹുമാനപ്പെട്ട സിയം വലിയുള്ളാഹി, ഇക്കാലത്ത് ഈ അടുത്ത കാലത്ത് കഴിഞ്ഞുപോയ ഉയർന്ന ഔലിയാക്കളാണ്. നീണ്ട കറാമത്തുള്ളവരെ പറ്റിയൊക്കെ പറയാനുണ്ട്. ഇവരെല്ലാവരും മരണം വരെ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ കൂടെ ആയിരുന്നു. അല്ലാഹുവിന്റെ റസൂലിനെ നിയന്ത്രിച്ചിരുന്ന മഹാന്മാർ ബഹുമാനപ്പെട്ട മുഹമ്മദ് നബി മാലിക് ഉസ്താദിന്റെ കൂടെയായിരുന്നു. ഉസ്താദിനെ സംബന്ധിച്ച്
കോഴിക്കോട് നിന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് മാലിക് തങ്ങളുടെ പ്രസംഗങ്ങൾ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിനോട് സ്ഥാനങ്ങൾ പറഞ്ഞുകൊണ്ട് മാലിക് പ്രസംഗിച്ചത്. അവിടുത്തെ കയ്യിലുള്ള എത്രയോ ഏകദേശം 19ഓളം വലിയ വലിയ മുഹദ്ദിസീങ്ങളിൽ നിന്ന് സ്വീകരിച്ചതായ ഇജാസത്തുകൾ മുഴുവനും പണ്ഡിതന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇതാ 2 ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞു, ഈ 2 ഹദീസ് ഞാൻ നിങ്ങൾക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്തു തരുന്നു. ഇനി എന്റെ എല്ലാ റിപ്പോർട്ടുകളും എന്റെ എനിക്ക് കിട്ടിയ എല്ലാ ഇജാസത്തുകളും ഞാനിതാ ശൈഖ് അബൂബക്കറിനെ ഏൽപ്പിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങാം എന്ന് ആയിരക്കണക്കിന് വലിയ വലിയ പണ്ഡിതന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ട് മാലിക് തങ്ങൾ കോഴിക്കോട് പ്രസംഗിച്ചത് സദസ്സിലുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പലരും ഈ സദസ്സിലുള്ളവരതിലുണ്ടായിരുന്നു. സഹോദരന്മാർക്കൊക്കെ തമാശയാണ്. ഒരു വിഷയം ചെയ്യണമെങ്കിൽ മാലിക്കിയുടെ അവസ്ഥ, ഒരു വിഷയം തീരുമാനമെടുക്കണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിനെ നിന്ന് എനിക്ക് സമ്മതം കിട്ടണം, അല്ലാതെ തീരുമാനമെടുക്കില്ല. അല്ലാഹുവിന്റെ റസൂൽ സമ്മതിക്കാതെ പറയാതെ ഒരു വിഷയത്തിലേക്ക് ഒരു തീരുമാനം മാലിക് തങ്ങൾ എടുക്കാറില്ല. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഇശാറത്തോട് മാത്രം ജീവിച്ചിരുന്ന മാലിക് തങ്ങൾ 2 പ്രാവശ്യം നമ്മളെ നാട്ടിൽ വന്നിട്ടുണ്ട്. ഇത് 2 AP ഉസ്താദ് ക്ഷണിച്ചിട്ട് വന്നതാണ്. AP ഉസ്താദ് ക്ഷണിച്ചിട്ട് വന്നതാണ്. ഉസ്താദ് ക്ഷണിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് ഇതാ അതിനലി റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ സമ്മതം തന്നാൽ ഞാൻ വരൂ എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നീട് ഉസ്താദിനെ ഇങ്ങോട്ട് വിളിക്കുകയാണ്. അത് അതിനലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ പോകാൻ പറഞ്ഞിരിക്കുന്നു, വരാൻ പറഞ്ഞിരിക്കുന്നു. അങ്ങനെയാണ് 2 പ്രാവശ്യം വന്നത്. ഗോൾഡൻ ജൂബിലിക്ക് വേണ്ടി ഉസ്താദ് ക്ഷണിച്ചിട്ട് ബഹുമാനപ്പെട്ട മാലിക് വന്ന്, മാലിക് റസൂലുള്ളാഹിന്റെ സമ്മതപ്രകാരമാണ് വന്നതെന്ന് മാലികയെ ഇരുത്തിക്കൊണ്ട് അറബിയിൽ AP ഉസ്താദ് മർക്കസിന്റെ മുന്നിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ നമ്മളൊക്കെ കേൾക്കുന്നുണ്ട്. മാലിക് സന്തോഷത്തോട് കേൾക്കുക. ഇതിനെ പറ്റി പറയുന്നു. പക്ഷെ കൊള്ളുവരാൻ മലയാളത്തിലല്ല പറഞ്ഞത്, അറബിയിലാ പറയുന്നത്. അതിന്റെ മുമ്പ് മർക്കസിന്റെ ശിലാസ്ഥാപന പരിപാടിക്ക് വേണ്ടി അതിനു വേണ്ടി ഉസ്താദ് ക്ഷണിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മാലിക് തങ്ങൾ റസൂലുള്ളാഹിന്റെ സമ്മതപ്രകാരമാണ് വന്നതെന്ന് മാലിക് തങ്ങൾ പറഞ്ഞത് ബഹുമാനപ്പെട്ട AP ഉസ്താദ് അല്ല നമ്മളോട് പറയുന്നത്. എന്നോട് ഈ വിഷയം പറയുന്നത് അബ്ദുള്ള വാഖവി എന്ന് പറയുന്ന ഒരു പ്രായം എന്നൊരു ഉസ്താദ് അവരാ. ഈ അബ്ദുള്ള വാഖവിയോട് പറയുന്നത് ബഖ്തിയാർ ഹസ്രത്ത് ബാഖിയാത്തിലെ ക്ലാസ്സിൽ പറയുകയാണ്. ബഖ്തിയാർ ഹസ്രത്തിനോട് പറയുന്നത് ബഹുമാനപ്പെട്ട മാലിക് നേരിട്ട് മക്കയിൽ നിന്നാണ്. എനിക്ക് റസൂലുള്ളാഹി എന്നോട് പറഞ്ഞു, നിങ്ങൾ പോകണം, മർക്കസിന്റെ ശിലാസ്ഥാപന പരിപാടി നടത്തി കൊടുക്കണം, അവർ എന്റെ സുന്നത്തിനെ ജീവിപ്പിക്കുന്നവരാണ്. സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാഗത്തിന് ഇത്രയും ഇശാറത്തുള്ള ഒരു മനുഷ്യന്മാരുണ്ടോ? ഇത്രയും സൂചനയായ റസൂലുള്ളാഹി എന്റെ സുന്നത്ത് ജീവിപ്പിക്കുന്നവരെന്ന് പറഞ്ഞ ഒരാളെ കാണിക്കാൻ കഴിയോ? ഞമ്മക്ക് വലിയ സ്നേഹമാണ് ഉസ്താദിനോ. ഓരോ അനുഭവങ്ങളാണ് അതിന് കാരണം. കുറെ തെളിവുകൾ ബാഹ്യത്തിലുള്ളതുണ്ടെങ്കിലും അതോടുകൂടെ അനുഭവങ്ങൾ. ഞാനൊരു വർഷം അടങ്ങറ് വിചാരിച്ചിട്ട് ഞാൻ പോയില്ല മർക്കസ് മേളത്തിൽ. എന്റെ അനുഭവം പറയട്ടെ. ഞാൻ പോയില്ല. കാര്യത്തിന്റെ ഏതോ ചവിട്ടിയാ പൊട്ടുന്ന 2 മക്കളും ബാക്കി എല്ലാം പോയിട്ടുണ്ട്. ചെറിയ മക്കളായിരുന്നു. ഞാൻ പറഞ്ഞില്ല അപകടമല്ലേ എന്നുള്ളത്. അത് 2 ഉണ്ട്, ഞാനും. അങ്ങനെ ഞാനവിടെ കുറേയൊക്കെ നടന്നു. 1 മണിയായപ്പോ എല്ലാവരും പോയിട്ടുണ്ട്. ഞാനവിടെ കിടന്നുറങ്ങുമ്പോ ഉസ്താദിനെ കണ്ടു. കുറെ അനുഭവങ്ങൾ ഉസ്താദിനോട് ബന്ധപ്പെട്ട സ്വപ്നങ്ങൾ എനിക്ക് പറഞ്ഞു. പിന്നെ ഉസ്താദ് നല്ലൊരു ഡ്രസ്സ്, ഞാൻ അങ്ങനത്തെ ഒരു കുപ്പായം കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു കുപ്പായം, നല്ലൊരു പേന, നല്ലൊരു തലയൊക്കെ, നല്ല ഭംഗിയിൽ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഞാൻ ചെന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, എന്റെ 2 കൈയും വേദനിക്കുന്നു. എന്നോട് പറയാം, നീ ഒന്ന് ഞെക്കിട്ടാന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെ പാലിച്ചിട്ട് കൊടുത്തി കൈയിനെ, 2 കൈ ഇങ്ങനെ ഞെക്കി ഓണം ചെയ്തു. എനിക്ക് ഭയങ്കര സങ്കടം. കാരണം ഈ സ്വപ്നത്തിന്റെ വേച്ചാനെ എനിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് 2 കൈ എന്ന് പറഞ്ഞാൽ ആ ദിവസം വൈദിക്കും ഒരു വിഷയത്തിന്റെ പ്രവർത്തനത്തിനെ വിവക്ഷിക്കുന്ന ഒരു സ്വപ്നമാണ് കൈ. അപ്പൊ ഉസ്താദിന് 2 കൈയും വേദനിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പ്രവർത്തിച്ച് തളർന്നിരിക്കുന്നു എന്നാണ്. ആ കൈയിൽ നിന്ന് നെക്കി തരാനെങ്കിലും കുതിര അനക്ക് സാധിച്ചില്ലല്ലോ എന്ന് എന്നോട് ഈ പറയുന്നത്.
എന്താ ലക്കി കൊടുക്കലെന്ന് നമുക്കൊന്നും ചെയ്യണ്ടല്ലോ, ഒന്നിങ്ങനെ ആക്കിയ പോലെ. അത് ഒന്ന് സമ്മേളനത്തിൽ വന്നുകൂടെ കഴിയുന്ന. ഞാൻ ശരീരത്ത് മുതലീസല്ലേ, ഞാൻ അവിടെ ഇസ്ലാമിസ്കാരത്തിന് ജമാഅത്തിന് പങ്കെടുക്കാം, മഗ്‌രിബിക്ക് പങ്കെടുക്കാം, ശേഷം ഞാൻ അവിടെ നടത്തും ചെയ്യും. അപ്പൊ അവിടെയുള്ള വഫനാമാരുണ്ടാവില്ല, അവർ സമ്മേളനം ഒരു വലിയ ഉസ്താദൊന്നും പോയിട്ടില്ല, സമ്മേളനം ഒരു വിഷയമല്ല, അതിനൊന്നൊരു പ്രാധാന്യമൊന്നുമില്ല, ഉസ്താദൊക്കെ പെടല്ലേ എന്ന പ്രവർത്തനം അപ്പൊ ഞാൻ ചെയ്തിരിക്കണം. എത്ര വലിയ വേദന. എന്നാ ഞാൻ പോകുന്നില്ലെങ്കിൽ നേരെ എന്റെ നാട്ടിലിട്ട് വീട്ടിലാക്കിയിരിക്കണ്ടേ ഞാൻ? ഇതാണ് ഉസ്താദ് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ എന്ന് ചെയ്ത് അനക്കൊന്ന് സമ്മേളനത്തിൽ പങ്കെടുത്തു കൊടുക്കാൻ കഴിയേ. ഇത് ഒരു ഇങ്ങനത്തെ ഒരു സാധനമായല്ലോ എന്നാ ഉസ്താദ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയ അർത്ഥമാണ്, അതിനപ്പുറം അർത്ഥം എനിക്ക് കിട്ടൂല. ഇത് ഉസ്താദിന്റെ ഭാഗത്തുനിന്ന് നമുക്കുള്ള ഇഷാറകളാണ്. വലിയ മഹാനാണ് ഉസ്താദ്. ഇജാബത്തുള്ള മനുഷ്യൻ മനസ്സറിഞ്ഞ് കാരണം അപ്പം സ്ഥലം കിട്ടും, മനസ്സറിഞ്ഞ് മന്ത്രിച്ചാൽ അപ്പം ഫലം ഉണ്ടാവും. അങ്ങനത്തെ അനുഭവമേ ഉള്ളൂ. ആ നാവ് വലിയ വർക്കത്തുള്ള നാവാണ്. കൂടുതൽ വാർക്കൊന്നും വേണ്ട. നമ്മളൊരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ വേറെ ഉസ്താദ് ചെറിയൊരു ദ്വാരേക്കാണ്, പക്ഷേ വലിയ ഇജാബത്താണ്. ആ മനുഷ്യന്റെ ജീവിതം മുഴുവൻ ദീനിനാണ്, കിട്ടുന്ന കാശ് മുഴുവനും ദീനിനാണ്. എന്തും ദീനിനു വേണ്ടി മാത്രം ചെലവഴിക്കുന്ന മനുഷ്യൻ, വളരെ ജവാദായ മനുഷ്യൻ. ഉസ്താദിന്റെ ധർമ്മത്തിന്റെ സ്വഭാവം മിസിലില്ലാത്ത രൂപത്തിലാണ്. എന്തൊരു ധർമ്മ സ്വഭാവമുള്ള മനുഷ്യനുള്ളത് മുഴുവൻ കൊടുക്കും, ഇല്ലാത്തത് കൊടുത്തു കൊടുക്കും. മക്കളുടെ ആഭരണം വിറ്റ് മർക്കസിന് ചെലവ് നടത്തിയിട്ടുണ്ട് ഉസ്താദ്. ആരാണ് ചെയ്യുന്നത്? എത്രയോ ആളുകൾ. നമ്മുടെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ജിദ്ദയിൽ എബി ഉസ്താദിന്റെ എതിരിൽ മാത്രം പ്രവർത്തിച്ചിരുന്നൊരു വ്യക്തി. അയാൾ ഉസ്താദിനോട് പെട്ടെന്ന് ഉസ്താദിനോട് സ്നേഹം, ഉസ്താദിന്റെ പ്രവർത്തകരോട് സ്നേഹം, ഉസ്താദിന്റെ കൂടെയുള്ളവരോട് സ്നേഹം, ഉസ്താദിന്റെ ഗ്രൂപ്പിലെ പണ്ഡിതന്മാരോട് സ്നേഹം, അവർക്കൊക്കെ കൂടി സ്വീകരണം ജിദ്ദയിൽ ഏർപ്പെടുത്തിയത്ര. അപ്പോ ഇയാളോട് ചോദിച്ചു, എന്ത് നിങ്ങൾ ഇങ്ങനെ പെട്ടെന്നൊരു പരിവർത്തനം എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ, അയാൾ ഈ വിഭാഗത്തിലാണ് എന്താ തുറന്നു പറഞ്ഞതിന് തകരാറൊന്നുമില്ല, ഒക്കെ അങ്ങനെ പുറത്തുപ്പോ പരസ്യമായിട്ടുള്ളതല്ലേ. അയാൾ പറയുന്നത്, ഞാൻ ഉസ്താദിന്റെ എതിരിലാണ്, പക്ഷെ ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ വളരെയധികം പരിശ്രമിച്ചവരാണ്. അതിനുള്ള ഏക വഴി സ്വലാത്ത് ചെല്ലലാണ്. സ്വലാത്ത് ചൊല്ലി 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 അവസാനം അടുത്ത് ഞാനൊരു സ്വപ്നം കണ്ടു. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വേണ്ടി ഒരു വലിയ സ്വപ്പ്, ഒരു വലിയ ക്യൂ ഞാൻ കണ്ടു. ഞാൻ അതിൽ ചെന്ന് നിന്നു. നട്ടുച്ച ടൈം, വേറെ തൊഴുകുന്നു. ഏതായാലും കാലങ്ങളായില്ലേ നബിയെ കാണാൻ ആഗ്രഹിക്കുന്നു, ഇനി ഇതിൽ നിന്ന് ചിന്തിക്കുന്ന പ്രശ്നമില്ലാന്ന് മനസ്സിലാക്കി ആ വലിയ ആ ക്യൂവിന്റെ പിന്നിൽ ഞാനും കൂടി അങ്ങേ നടന്ന് 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 ഒരു റൂമിലാണ് റസൂലുള്ളത് എന്നാണ് കേൾക്കുന്നത്. അതേക്കങ്ങ് കാലെടുത്ത് വെക്കുമ്പോൾ അവിടെ നബിയല്ല ഉള്ളത്, കാന്തപുര ഉസ്താദാണുള്ളത്, ഏപി ഉസ്താദാണുള്ളത്. സുബ്ഹാനല്ലാഹ്, എന്താ പരിപാടി? ഏപി ഉസ്താദ് ടിക്കറ്റ് കൊടുക്കുന്നു. എന്തിന്? അപ്പുറത്തെ റൂമിൽ റസൂലുള്ളാഹി ഇരിക്കുന്നുണ്ട്. ആ നബിയെ കാണാൻ ഏപി ഉസ്താദ് ടിക്കറ്റ് കൊടുക്കുന്നു. ആ ടിക്കറ്റ് വാങ്ങി ഞാൻ അടുത്ത റൂമിൽ കയറിയപ്പോൾ അവിടെ റസൂലുള്ളാഹി ഇരിക്കുന്നു. ഞാൻ മനസ്സിലാക്കി, അല്ലാഹുവിന്റെ റസൂലിലേക്കെത്താൻ ഇക്കാലത്ത് പറ്റിയവരുണ്ടെങ്കിൽ ഞാൻ തുടരുന്ന വിഭാഗമല്ല, മറിച്ച് കാന്തപുരം മാത്രമാണ്. ഞാൻ അതോടുകൂടെ എന്റെ ഗ്രൂപ്പ് വിട്ടു. സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വപ്നമല്ലേ? മന്ദാനീതിൽ മനാമി ഫഖദിയറാനി ബില്ലല്ലാഹ്. എന്നെ ഉറക്കത്തിൽ കണ്ടവർ അവർ ഉണർച്ചയിൽ നിർബന്ധമായി കാണും. അഥവാ ഇമാം സുയൂത്തി തങ്ങൾ അതിന് രണ്ടർത്ഥം കൊടുത്ത കൂട്ടത്തിൽ ഒന്ന് കാണാം, നിർബന്ധമായി ഈമാനോടുകൂടെ അവൻ മരിക്കുന്നതാണ്. അല്ലാഹുവിന്റെ റസൂല് ഇങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ ഒരു സ്വപ്നം സ്വലാത്തിന്റെ ബാധ്യതയായി കാണിച്ചു കൊടുത്തെങ്കിൽ പിന്നെ അതിനപ്പുറം ഒരു മുസ്ലിമായ മനുഷ്യനുമാരെന്തെങ്കിലും വേണോ സഹോദരന്മാരെ? അടുത്ത് ഞാനൊരു സംഭവം കേട്ടു. അതെന്റെ സുഹൃത്തായ സിദ്ദീഖ് എന്ന് പറഞ്ഞൊരു സുഹൃത്തു. അയാള് കൊണ്ടോട്ടിക്കാരൻ, എന്റെ പരിചയക്കാരൻ, സുഹൃത്തിന്റെ പ്രവർത്തകൻ. അയാൾ പറഞ്ഞതായൊരു സംഭവം, അഥവാ അയാൾ മദീനയിൽ നിന്ന് ഒരു സൂര്യക്കാരനായ ഒരു സഹോദരനുമായി പരിചയപ്പെടും. ഈ സഹോദരൻ നാടൊക്കെ അങ്ങോട്ടുണ്ടൊക്കെ ചോദിച്ചപ്പോ മലബാറുകാരനാന്ന് പറഞ്ഞപ്പോ, കേരളക്കാരനാന്ന് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു, എന്നിട്ട് ശേഖപൂർവ്വത്തിനുള്ള പരിചയമുണ്ടോ? സ്വാഭാവികമായി ഞാനും സഖാഫികളും എല്ലാം വലുമാണ്. എല്ലാം ഏക് ഗ്രൂപ്പിന്റെ ആൾക്കാർ മാത്രമല്ല, എല്ലാ കൗമും പുറത്തു പോയാൽ ശേഖപോക്കറിനെ അറിയിച്ചാൽ അറിയുന്നു പറയും. ഞാൻ അവിടുത്തെ മുരീതാണെന്ന് പറയും, ഞാൻ അവിടുത്തെ ശിഷ്യനാണെന്ന് പറയും. ഞാനും പറഞ്ഞിട്ട് എല്ലാവരും പറയും. അതിപ്പോ ഒരു വലിയ സ്ഥാനം
പറയാനായി എളുപ്പത്തരാ. അപ്പൊ ആ മനുഷ്യന്റെ ആളാണെന്നുള്ള തീരുമാനമാണ്. അതൊരു സ്ഥാനമാണ്. ഈ ദുനിയാവെന്ന് മാത്രമല്ല ആഖിറത്തിനും സ്ഥാനം തന്നെയാണ്. ആരെങ്കിലും കൂടെ കൂടിയേ പറ്റൂല. അന്തമാമന്നഹബുദ്ധ, നീ ആരെ സ്നേഹിക്കുന്നു അവരെ കൂടെയാണ് ആഖിറത്തിൽ. ഈ വാക്കിൽ വലിയ സന്തോഷവുമുണ്ട്, വലിയ ദുഃഖവുമുണ്ട്. സ്നേഹിക്കാൻ പാടില്ലാത്തവനെ സ്നേഹിക്കാൻ അവന്റെ കൂടെയായിരിക്കും ആഖിറത്തിൽ. സിനിമാ നടന്മാരെയും തമ്മാടികളെയും രാഷ്ട്രീയ ഭ്രാന്തന്മാരെയും സ്നേഹിച്ച് അവർക്ക് വേണ്ടി ദീന് പണയം വെച്ചാൽ ആഖിറത്തിൽ അവരെ കൂടെയായിരിക്കും. എന്നാൽ രാവുമ്പകമില്ലാതെ ദീനിനോടുന്ന പണ്ഡിതന്മാർ അവരെ സ്നേഹിച്ചാൽ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഹിസാബുണ്ടെങ്കിലും അവർക്കൊക്കെ ഇൻഷാ അല്ലാഹ് റബ്ബ് തആല ഊരി കൊടുത്തൂലേ. നിങ്ങൾ കേട്ടില്ലേ സിദ്ദീഖും സുലൈമാൻ പറഞ്ഞത്, സഖാബി പറഞ്ഞത്? ലക്ഷക്കണക്കിന് പാവങ്ങളെ പോറ്റുന്നവരാണ് ഉസ്താദ്. ആയിരക്കണക്കിന് യതീമക്കൾക്ക് ഓരോ വർഷവും ആയിരക്കണക്കിന് യതീമക്കളാണ് മർക്കസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര യതീമക്കള്! അനവ കാഫിറുൽ യതീമി ഹാജറാ. മുസ്ലിം പറഞ്ഞതാ, ഞാൻ യതീമിനെ പോറ്റുന്നവൻ ഇങ്ങനെയാണ് സ്വർഗത്തിൽ. ഞങ്ങളിടയിൽ തടവില്ല എന്ന് ഒരു യതീമിനെ പോറ്റിയവർക്ക് വേണ്ടി റസൂലുള്ളാഹി തങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നല്ല, പത്തല്ല, നൂറല്ല, ആയിരമല്ല, 10,000 യതീമക്കൾ ഉസ്താദ് പോറ്റിയിട്ടുള്ളത്. ആ മനുഷ്യന് നമുക്ക് സ്വർഗം കൊടുക്കുമ്പോൾ സ്നേഹിച്ചവർ കൂടെയാണ് സ്നേഹിച്ചവരുള്ളതെന്ന് റസൂലുള്ള പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ വരൂലേ? ഇൻഷാ അല്ലാഹ് കൊടുക്കും. അതിനുവേണ്ടി മാത്രമാണ് ഈ ഗ്രൂപ്പിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരെയും അവരവരുടെ നേതാക്കന്മാരെ പേര് വിളിക്കുന്ന ഒരു ദിവസമുണ്ട്. രാഷ്ട്രീയ ഭ്രാന്തിയേറി വീണുമറന്ന് എള്ളത്തമ്മാടിത്തരങ്ങൾക്ക് മുഴുവൻ പരസ്യമായിട്ട് നേതൃത്വം കൊടുക്കുന്ന ആളുകളായി പ്രവർത്തിച്ച് അതിനുവേണ്ടി റോട്ടിലൂടെ മുദ്രാവാക്യം വിളിച്ചു നടക്കുന്ന പ്രവർത്തകരാരെങ്കിലും ഉണ്ടെങ്കിൽ ചിന്തിക്കണം. നാളെ അപ്പേര് വിളിച്ചുകൊണ്ട് നിന്നെ വിളിക്കും. അത് നമുക്ക് സഹോദരന്മാരെ അല്ലാഹു തആല അങ്ങനെ വിളിക്കുന്നിടത്തോട്ട് നമ്മൾ ദുനിയാവിനെ സൂക്ഷിക്കണം. നമുക്ക് സ്നേഹിക്കാൻ പറ്റിയവരെ സ്നേഹിച്ച് അവർക്ക് ചെയ്തു കൊടുക്കാനൊന്നും കഴിയുമെങ്കിലും അവർ പോകുന്ന വഴിയിൽ മുള്ളിടാതെ മനസ്സുകൊണ്ടെങ്കിൽ സ്നേഹിച്ചിരിക്കുക. എന്നാൽ അവരെ സ്നേഹിച്ചവരുടെ കൂട്ടത്തിൽ ആഖിറത്തിൽ വരാം. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്, ഈ സിദ്ദീഖ് എന്ന് പറയുന്ന സഹോദരൻ മദീനയിൽ നിന്ന് കേരളക്കാരനാണെന്ന് പറഞ്ഞപ്പോ ഇയാളിങ്ങനെ, നിങ്ങൾ ശൈഖ് അബൂബക്കറിനെ അറിയുമെന്ന് വെച്ചു. അപ്പൊ സിദ്ദീഖ് പറഞ്ഞ്, അല്ലോ ശൈഖ് അബൂബക്കറിന്റെ ശിഷ്യനാണ് ഞാൻ. ശിഷ്യനാണെന്നെ മുമ്പിൽ എത്തുന്നതിന്റെ പ്രവർത്തകനാണ്. SSF SYS ഒക്കെ ഏൽപ്പിസ്ഥാനമാണ്. അങ്ങനെ പറയുമ്പോൾ ഇവിടെ നമ്മളെ പ്രവർത്തകരൊക്കെ ഉണ്ടാവും ഉദ്ദേശിച്ചത് വ്യക്തിപൂജയാണ്. എന്തർത്ഥം ഉസ്താദ് നടക്കുന്നില്ല. ഉസ്താദില്ലെങ്കിൽ ഇതൊന്നുമില്ല. ഇവിടെ ഉറപ്പാണ്. ഉസ്താദില്ലെങ്കിൽ ഒന്നുമില്ല. ഉസ്താദ് ആണ് വാസ്തവത്തിൽ ഇതിനൊക്കെ വളർത്തിയത്. ഉസ്താദിന്റെ റൂട്ടിലൂടെ നീങ്ങിയതുകൊണ്ടാണ് ഇതിനൊക്കെ വളർത്തിയുണ്ടായത്. അത് നമ്മൾ മറക്കാൻ പാടില്ല. അതൊന്നും വ്യക്തിപൂജല്ല. ഇനി അങ്ങനെ പദം പ്രയോഗിക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലൊരു പ്രയോഗം തന്നെയാണ്. അങ്ങനെ പറഞ്ഞോളൂ, നല്ലതാ. അങ്ങനത്തെ ഒരു വ്യക്തിപൂജ, ഒരു പൂജ പൂജ എന്ന് പറയുന്നത് അന്തമാമന്റെ അപകട പൂജയാണെങ്കിൽ അത് ആ മുഖേന എഴുതേണ്ടത്. പറയാൻ മാത്രമുള്ള പറയാം, തിരുമ്പരങ്ങളൊക്കെ പറയാം, ഇല്ലാത്ത പറയാൻ പാടില്ല. അപ്പൊ സിദ്ദീഖ് പറഞ്ഞു, ഞാന് AP ഉസ്താദിന്റെ ശിഷ്യനാണെന്ന് പറഞ്ഞു. അതൊരു വലിയ റാഹത്താണ്. യൂണിയനിൽ പിരിവിന് പോയപ്പോ ഒരു അറബിയുണ്ട്. അയാള് ഭയങ്കര ജവാദാണ്, വെറുമിട്ടനാണെന്ന് കേട്ടു. പകരയിലെ സുന്നി സെന്ററിന്റെ പിരിവിന് പോയതാണ്. അപ്പൊ ഞാനും പോയി നോക്കി. അതിന്റെ AP ഉസ്താദിന്റെ ഒരു എഴുത്തുണ്ട്. ഈ അറബിന്റെ അടുത്ത് പോയി ഞാൻ പോയി. അപ്പോ തന്നലക്കാരൻ അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറഞ്ഞു. അവരിനോട് പറഞ്ഞ നല്ല സുഹൃത്തുന്ന ആളാണ്. AP ഉസ്താദിന്റെ പേരിലാണ് ഖലീൽ തങ്ങൾ അവിടെ പോയത്. ഖലീൽ തങ്ങളുടെ മഴവെള്ളിക്ക് നല്ലൊരു ഭംഗി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹക്കീമത് AP ഉസ്താദിന്റെ മകൻ, അവരുടെ എന്താണ് ആ ഇത് പറഞ്ഞ വചനത്തിലൂടെ അതിന് നല്ലൊരു സംഖ്യ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇന്നോട് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ശൈഖ് അബൂബക്കറിന്റെ മകനാണെന്ന് പറഞ്ഞപ്പോ ശൈഖ് അബൂബക്കറിന് ഹദിയയായി ഒരു വലിയ സംഖ്യ അറബി ഏൽപ്പിച്ചിട്ടുണ്ട്. മൂപ്പർ ഇക്കൊല്ലം ഇങ്ങോട്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പോൾ നമ്മൾ കണ്ടെന്ന കാര്യം പോയി പറയാം. പക്ഷേ ശൈഖ് അബൂബക്കർ വേണ്ടിയല്ലോ എന്റെ കേസിൽ ഞാൻ പോയി ഒക്കെ കഴിഞ്ഞ് ഞാനും ചെന്ന് എല്ലാവരുടെ കൂട്ടത്തിൽ. വാസ്തവത്തിൽ അയാളെ കണ്ണിന്റെ മുന്നിൽ നമ്മളൊന്നും ഒന്നുമല്ല, ലക്ഷക്കണക്കിന് രൂപന്റെ ആളാണ്. അയാളെ മുമ്പിൽ ചെന്നിട്ട് എന്തെങ്കിലും ഒന്ന് പറയാം, അറബിയൊക്കെ പറഞ്ഞ് നമുക്ക് ഒപ്പിക്കാൻ കഴിയും. നമുക്ക് അയാൾക്ക് കബൂലിന് പറയാനേ ഞാൻ എന്ത് പറഞ്ഞിട്ട് വൃത്തി കിട്ടുന്നില്ല. അതാണ് ഇൽമാണ് തത്വം എന്ന് പറഞ്ഞിട്ടൊന്നും അയാൾക്ക് ഒരു ആനപ്പുറത്ത് വട്ടം കെട്ടമായി നിങ്ങൾ ഓർത്തു നോക്കുന്നത്.
അവസാനം ഞാൻ പറഞ്ഞിട്ട് ശേഖ ബൂക്കറിന്റെ എടുത്തില്ല എടുത്തി അറിയാം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ഞാൻ എടുത്തു കൊടുത്തു മാലുമാ ഓ വലിയ മനുഷ്യനാണ് ഞാൻ പറഞ്ഞു ഒരു നല്ലൊരു സംഖ്യ സുന്നി സെന്ററിലേക്ക് നോക്കുന്നത് ഇങ്ങനെ എല്ലാവരും ആലോചന ശേഖ ബൂക്കറിന്റെ ആളാന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ആഖിറത്തുൽ രക്ഷണം അല്ലാഹു കൂടുതൽ നിലനിർത്തട്ടെ ഉറപ്പാ അല്ലാഹു തആല അല്ലാഹു ഖുർആൻ അങ്ങനെ യൗമഇനാദാത്തുൽ അജ്മാനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ കാണുന്നത് ദീനിനു വേണ്ടി ശബ്ദിക്കുന്ന ഒരു മനുഷ്യനല്ലേ വേറെന്തെങ്കിലും ആൾക്ക് മുമ്പിൽ പറയുന്നുണ്ടോ നേരം കൊടുത്താൽ എവിടെയുള്ളത് ദുന്യാവിൽ എവിടെയുള്ളത് പറഞ്ഞാട്ടേ ദുന്യാവിലോട്ടോ അപ്പൊ ചിലർ പറയും അത് കേരളത്തിലല്ല അറിഞ്ഞിട്ട് വലിയത് എവിടെയുള്ളത് 800ഓളം കിതാബോധിയ പണ്ഡിതന്മാർക്ക് അങ്ങനെ തന്നെ പറയണം ഫതൂൽ മുഅ്മിനും മഹല്ലത്തും ഓതിയും ആലിമീങ്ങൾ എന്ന് പറയണം ആ പണ്ഡിതന്മാർക്ക് സഹീഹുൽ ബുഖാരി എന്നും സുബഹിയുടെ ശേഷം ദർസ് നടത്തുന്ന ഒരു പണ്ഡിതൻ ദുന്യാവിൽ ഔട്ടില്ല സഹോദരന്മാരുണ്ടെങ്കിൽ പറയട്ടെ ഇല്ല ദുന്യാവിലോട്ടില്ല കേരളത്തിൽ നിന്ന് പറയുന്നത് പുറത്തുമില്ല UAE ഒരു ഗുരുദാസാസിന് പോയി തങ്ങന്മാര് മാത്രമുള്ള സദസ്സാണ് UAE-ലും ജിദ്ദയിലും മദീനത്തും മക്കത്തും മുഴുവനും ഗുരുദ സദസ്സും മൗലിദിന്റെ സദസ്സിലും ഉണ്ട് സഹോദരന്മാരെ ഞാൻ പറയും നമ്മുടെ നാട്ടുകാരെ എങ്ങായി വന്നിട്ട് പറഞ്ഞ് മക്കത്ത് മദീനത്ത് നാട്ടിൽ പരിപാടിയാണ് സുബ്ഹാനല്ലാഹ് നമ്മൾ ബന്ധത്തിലുണ്ട് പറയും നമ്മൾ പങ്കെടുക്കാത്ത എത്രയോ സദസ്സുകളുടെ ചിത്രങ്ങൾ പലരും കാണിച്ചു തന്നിട്ടുണ്ട് ജിദ്ദയിലൊക്കെ എത്രയോ സദസ്സുണ്ട് മക്കത്തുണ്ട് മദീനത്തിലൊക്കെ ഈ സദസ്സിലൊക്കെ ഉസ്താദ് അതിഥിയായി പോകാറുണ്ട് ഉസ്താദിന് പ്രസംഗ വേദികൾ അവിടെ എത്ര ഉണ്ട് അപ്പൊ UAE ഇങ്ങനെ പോയപ്പോൾ അവിടുന്ന് ബുർദ 2 പണ്ഡിതന്മാർ യമനികളായ സയ്യിദന്മാർ വാങ്ങുക അവരെത്തൊക്കെ പോയിട്ട് കയ്യൊക്കെ പിടിച്ചു കുറെ യമനികളുണ്ട് അപ്പൊ ഞാനിതിന് ഒന്നിടത്ത് പരിചയപ്പെട്ട നമ്മളെ തൊഴിൽ ആവുന്നതിന് നേരത്തെ പറഞ്ഞായിരുന്നു ഇത് ഉപയോഗിച്ച് നമ്മൾ ഞാൻ ശേഖബൂബക്കറിന്റെ ആളാണ് അപ്പൊ ഈ പണ്ഡിതന്മാരൊക്കെ വഹാനുള്ള ഇത് പറയുമ്പോ ശേഖബൂബക്കറിന്റെ അസ്സലാമു അലൈക്കും പറയണം എല്ലാവരും പറഞ്ഞില്ലോട്ട് അവർക്കൊന്നും ശേഖബൂബക്കറിന് അന്യമല്ല എന്നല്ല വലിയൊരു മഹാന്മാരിലേക്ക് കാണുകയാണ് അങ്ങനെ തന്നെയാണുള്ളതും ഉസ്താദിന്റെ ആളായി പറയുന്നതിൽ എന്നിട്ട് എല്ലാവർക്കും ഏത് രാഷ്ട്രീയക്കാർക്കും ഉസ്താദിന് വേണം അങ്ങനെയല്ല അങ്ങനെയപ്പുള്ളത് എല്ലാവരും ഉസ്താദിനെ തന്നെ എതിരാളികളും കൂടുതൽ പറയുന്നത് ഉസ്താദിനെയാണ് ഓരോരുത്തരെ മനസ്സകത്തുള്ള വിഷയം എന്താ പുറത്തുപോലെ എങ്ങനെ അയാളൊരു ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ ഇങ്ങനത്തെ ഒരു മനുഷ്യൻ നമ്മളെ കൂട്ടത്തിലുണ്ടെങ്കിൽ നമ്മൾ കേസിലായി പറയാത്ത ഒരു ഗ്രൂപ്പും ഒരാളുമില്ല ഇതാണ് സത്യം അത് അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ പ്രത്യേകതയാണ് മക്കത്തെ ഹറമിൽ എന്ന് പറഞ്ഞ സംഭവം എന്താ അയാൾ പറയാണ് ഞാനിങ്ങനെ ഗൾഫിൽ ഇങ്ങനെ പോകാൻ ഉദ്ദേശിച്ചപ്പോ ഇന്ന മഹല്ലത്തെ അവരൊരു പഴയ പള്ളിയുണ്ട് അത് അറബിയാളെ കിട്ടണമെങ്കിൽ ഏത്തിനെ കിട്ടും അതിന് ഏത്തിനെ ഒരു കണ്ടുകൂടാ അപ്പൊ അറബിയാളെ കിട്ടില്ല അവർക്കൊട്ട് അത് പൊട്ടിച്ച് ശരിയാക്കി നന്നാക്കാൻ ഉള്ളത് വീടേനല്ലാണ്ട് പള്ളിയൊക്കെ കൂടി ആകെ പൊളിഞ്ഞാർത്ത് ഇടങ്ങറായി അവസാനം ഇന്നോട് പറഞ്ഞ ഒരു അറബിനെ കുറിച്ചു ഞാനിങ്ങനെ പോകുമ്പോ ഒരു അറബി ഉണ്ട് ആ അറബിന്റെ അടുത്തേക്ക് ഇവരെനിക്ക് പ്ലാൻ തന്നിരുന്നു ഈ അറബിനോട് പോയി ഞാൻ സംസാരിച്ചു അപ്പൊ അയാൾ ഈ പ്ലാൻ അയാൾ ഏറ്റെടുത്ത് പള്ളി എടുത്തിടാന്നും പറഞ്ഞു അപ്പൊ ഞാനിത് പറഞ്ഞ് ഈ പള്ളിയൊക്കെ പാസ്സാക്കി തിരിക്കട്ടോ അങ്ങനെ വന്ന് പള്ളിന്റെ പണി തുടങ്ങി പള്ളി പൊളിച്ച് നന്നാക്കി പൈസ കാഴ്ച കൊടുത്ത് 10 രൂപയോളം തരാനുണ്ട് ഈ ബാക്കി വലിയ പള്ളിയിലായി അപ്പോ ഉദ്ഘാടനത്തിന് അറബി പറഞ്ഞ് എനിക്ക് വരണം ഞാൻ ഉദ്ഘാടനത്തിന് പങ്കെടുക്കുന്നു പറഞ്ഞു അങ്ങനെ ഉദ്ഘാടനത്തിന്റെ ഡേറ്റ് തീരുമാനിച്ച് ഉദ്ഘാടനത്തിന് പോകാൻ വേണ്ടി അറബി തയ്യാറായപ്പോ അറബിക്ക് 3 നിയമം തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് കേരളത്തിൽ വന്നാല് എനിക്ക് 5 ദിവസം നല്ല ജമാഅത്ത് കിട്ടണം എനിക്ക് ജമാഅത്ത് കിട്ടുന്ന പള്ളിന്റെ തൊട്ടരികിൽ തന്നെ എല്ലാ സൗകര്യമുള്ള ഏത് സൗകര്യവും എല്ലാ സൗകര്യമുള്ള റൂമും വേണം എനിക്ക് അവിടെ വന്നാൽ അവിടെ പ്രധാന സ്ഥലങ്ങൾ പോയി കാണാൻ ഞാൻ ഒരാഴ്ചയോളം നിൽക്കും പോയി ആഴ്ച 2 ആഴ്ച എടുക്കും പോയി കാണാന് എനിക്ക് അതിന് പറ്റിയ നല്ലൊരു വണ്ടിയും വേണം 3 നിയമം ഒന്ന് നല്ലൊരു ജമാഅത്ത് ഒന്ന് അതിന്റെ അടുത്ത് തന്നെ നല്ല സൗകര്യമുള്ള ഒരു റൂം ഒന്ന് നല്ലൊരു വണ്ടി തങ്ങൾ ഇന്നോട് പറയാൻ ഈ ഭാഗത്തിനാളാ ഉസ്താദ് എന്നോട് പറയാം ഉസ്താദേ ഇത് ഞാൻ ചിന്തിച്ചു നോക്കുമ്പോ ഏപ്പിലെടുത്തല്ലാതെ എന്ത് കാട്ടുണ്ടം പുരാനെ പുലിവാല് കൊടുത്തല്ലോ എന്താ കാട്ട് ഈ ഭാഗത്തിലെ പള്ളിയാണ് അവരോട് ഈ വർത്താനെന്ന് പറയാൻ പറ്റൂല ഏതിന്റെ വർത്താനം തങ്ങൾ മാണങ്ങൾ പോയിക്കോട്ടെ ഏതിന്റെ അടുത്ത് പോയിക്കോട്ടെ നിൽക്കും കുറെ ചിന്തിച്ച്
ഓരോരുത്തർ അവിടത്തൊക്കെ ഒന്നും ബന്ധപ്പെട്ട് ഒരു പിടിച്ചില്ല. AP ഉസ്താദിന് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഉസ്താദെ എന്തിനാ തങ്ങളെ വിളിച്ചത്? ഉസ്താദ് അങ്ങനെയല്ലേ, ഒരു ശത്രു ഒന്നും അതിനില്ല. അത് ഇന്ന് വരെ ഒരു സഹ ഒരാളോട് കിട്ടിയിട്ടില്ല. ദീനിന്റെ പേരിൽ അത് വിട്ടുകൊടുക്കില്ല. അത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞാൽ അൽ ഹുബ്ബുബില്ല. ചിലർ പറയുന്നുണ്ട് സ്നേഹം മാത്രമല്ല, വേറെ ഹുബ്ബുബില്ലാതുണ്ട്. സ്നേഹം വെറുക്കണ്ടവർക്ക് വെറുക്കണം എന്നാണ് പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂൽ. സഹീഹ് ബുഖാരിയുടെ ഹദീസാണ്. അൽ ഹുബ്ബുബില്ല ഒക്കെ സ്നേഹമല്ല, വൽ ഹുബ്ബുബില്ല അല്ലാഹുവിന് വേണ്ടി വെറുക്കുമോ. രണ്ടും കൂടി ഉണ്ടെങ്കിൽ പിന്നെ ഒരു മനുഷ്യൻ നന്നാവുള്ളൂ. അതല്ലേ ബഹുമാനപ്പെട്ട സദഖത്തുള്ള അല്ലാഹു തആല അവരൊക്കെ ഒരു സ്വർഗ്ഗാക്കട്ടെ. ഉസ്താദ് സദഖത്തുള്ളാഹിനോട് ഒരാളെ പറ്റി, അയാൾ നല്ല മനുഷ്യനാണ്, അയാളെ നീതിയുള്ള ഭയങ്കര മനുഷ്യനാണ്. അയാളെ നാട്ടിൽ ഒരു മനുഷ്യൻ അയാളെ കുറ്റം പറയില്ല എന്ന് പറഞ്ഞപ്പോ സദഖ പറഞ്ഞാൽ അയാൾ ഒന്നിനും പറ്റില്ല. ഒരാളെങ്കിലും കുറ്റം പറയുന്നില്ലെങ്കിൽ അയാൾ എല്ലാരും അമ്മായിയായി എടുക്കുന്ന ആളാണ് മനസ്സിലാകുന്നത്. അതാ ഓനാണ് തിരിച്ചാണ് നോക്കിട്ടാല് പിന്നെ ഏത് വഹാബിയൊക്കെ നല്ല മനുഷ്യനാന്ന് പറഞ്ഞാൽ പിന്നെ ആ മനുഷ്യന് കുഞ്ഞുണ്ടോ, ആ മനുഷ്യനെ അക്കയുന്നുണ്ടോ, ആ മനുഷ്യന് സ്വന്തം ഒരു ആശയമുണ്ടോ? കുറച്ച് ആൾക്കാർ വെറുപ്പിലുണ്ടാവും. അപ്പൊ കാരണം അയാളുടെ വെറുപ്പ് പെരുമാറിയത്. ഉസ്താദ് എല്ലാവരോട് നല്ല രൂപത്തിൽ പെരുമാറും. ദീനിന്റെ കാര്യത്തിൽ ആർക്കും വിട്ടുകൊടുക്കില്ല. അതങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അതങ്ങനെ തന്നെ വേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച സ്വഭാവമാണ്. അപ്പൊ ഉസ്താദ് പറഞ്ഞു, തങ്ങളെ എന്തേ വിളിച്ചത്? ഞാൻ വിളിച്ചത് ഇന്നോടത്തൊരു പള്ളിയുണ്ട്, അത് AK ഭാഗത്തിന്റെ പള്ളിയാണ്. അതൊരു അറബി ഞാൻ ബന്ധപ്പെട്ടുണ്ടാക്കിയ പള്ളിയാണ്. എന്നിട്ട് എന്ത് വേണം? അറബി അതിന്റെ ഉദാഹരണത്തിന് വരുന്നത് ഉസ്താദെ, അയാൾക്ക് 3 നിയമമുണ്ട്. ആ നിയമങ്ങൾ 3 ഒത്തുനിങ്ങിയത് നിങ്ങളെ കോളേജിലാണ്. അതുകൊണ്ട് അറബിയിൽ ഉസ്താദൊന്ന് സ്വീകരിച്ചിട്ട് മർക്കത്തിലൊന്ന് കൊണ്ടുപോയി നിർത്തുക. നമ്മൾ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അറബി കൊണ്ട് പോയത് അതുവരെ ഉസ്താദ് നോക്കുക. ആയിക്കോട്ടെ തങ്ങളെ ഇങ്ങോട്ട് വിട്ടോളി, ഞാൻ എനിക്കെന്താ പ്രശ്നം? അള്ളാന്റെ പള്ളിയല്ലേ, ഞാൻ ചെയ്തു കൊടുത്തോളാം. ഇങ്ങനെ പറയും ഹബീബന്മാരെ. മറുഗ്രൂപ്പിൽ ദുന്യാവിലോട്ട് തോന്നാ പറയും എങ്ങനെ ഇങ്ങോട്ട് വിട്ടോളി. തങ്ങളെ അറബിയൊക്കെ ഫുഡ് മർക്കത്ത് കൊടുക്കേണ്ടി വരും. അത് തങ്ങൾ കൂടി ചേർത്തിട്ടില്ല, ഞാനേ ചേർക്കാൻ നിൽക്കാൻ പോയി. അറബി തൊട്ട ഫുഡ് പെടാണ്ട് ഈ മത്തി പൊഴിച്ചതൊന്നും അത് വെച്ചില്ല. അറബിക്ക് അത് ഉണ്ടാക്കാൻ പറ്റിയ പണ്ടാരി എന്റെ അടുത്തുണ്ടാവില്ല. ഒക്കെ വർഷത്തിലുണ്ട്, എല്ലാം ഉണ്ടാവും. ദുന്യാവും ആഹ്റത്തിന്റെ ഉള്ളിലുണ്ട്. അപ്പോ അത് ഞങ്ങൾ കൂട്ടി ചേർത്തില്ല. നമുക്ക് ഉറപ്പല്ലേ, അത് ബുദ്ധിയുള്ളവർക്ക് ചെയ്തല്ലോ. നിശ്ചയിക്കും തന്നെ ഒന്ന് വേണമെന്ന് ഉറപ്പല്ലേ. എന്നാലും അറബിയെ താമസിപ്പിക്കുമെന്ന് തിന്നാൻ കൊടുക്കണമെന്ന് ഉറപ്പല്ലേ. എല്ലാ മനുഷ്യരും അറബി അവിടെ നിൽക്കുമോ? തിന്നാൻ കിട്ടാതെ നിശ്ചയിച്ചിരിക്കാനും വേണ്ടിയില്ല. അത് ജമ്മാക്കാൻ നിൽക്കാൻ ഭക്ഷണം ജമ്മാക്കാൻ വയ്ക്കുമോ? ശരിയില്ല. അപ്പൊ നല്ല ഫുഡും കൊടുക്കണം ഉസ്താദെ, അതിന് നിങ്ങളല്ലാതെ ഇല്ല എന്നാണ് തങ്ങൾ പറയുന്ന അർത്ഥം. പറഞ്ഞ അറബി വേറെ നിങ്ങോട്ട് വിട്ടുകൂടി ഞാൻ സ്വീകരിച്ചോളാം, ഒക്കെ ചെയ്തോളാം. സാറേ നിങ്ങളെ ഉദ്ഘാടനത്തിന് വിളിച്ചു കേട്ടോ. അമ്മോ ഇന്നെ വിളിക്കേണ്ട തങ്ങളെ, ഞാൻ അതൊന്നൊരു പ്രശ്നം നിങ്ങൾ കേട്ട് വിട്ടുകൂടിയാണ്. അപ്പൊ ഉസ്താദിനെ സ്വീകരിച്ച് കൊടുന്ന് അറബിയുടെ അടുത്ത് കരിപ്പൂരി ചെന്ന് അറബി ഉസ്താദിന് 3 കണ്ടേക്കാണ്. പരിചയമില്ലെങ്കിലും പരിചയമായിരുന്നു ഉസ്താദിന്റെ സ്വഭാവം. ഈ ഒരു പരിചയമില്ലാത്ത മനുഷ്യരും ഈ ഉസ്താദ് ഇന്നമായ എല്ലാവരും പറയല്ലോ, ഇത് ഉസ്താദ് അജർലത്ത് മുഖ്യമായിരുന്നു ഉസ്താദിന്റെ കഴിച്ചേര്. അജർലത്ത് മുഖ്യ ആചരണയോട് ചോദിച്ചു, എന്തേനാവും എനിക്ക് 5 മിനിറ്റ് കിട്ടിയിരിക്കുന്നത് ഓരോരുത്തരും പറയും. എനിക്ക് 5 മിനിറ്റ് അള്ളാഹു എനിക്ക് ഭയങ്കര നിയമത്തത്. ഞാൻ 5 മിനിറ്റ് മുത്തി ഉസ്താദെ മുത്തിയോട് പറയുന്നത് അവർ പറയും അരിവേരും ഒരു 5 മിനിറ്റ് മുത്തി ഇല്ലേ? അങ്ങനെയാണ്. കാരണം അള്ളാഹുക്കെ അങ്ങനെ ചെന്നമാതിയാണ് AP ഉസ്താദിന്റെ കൈ ഇട്ടതും എന്തോ ഒരു പെരുമാറ്റം. ഞാൻ ഉസ്താദ് ഇഷ്ടപ്പെട്ട സഖാഫിയാണെന്ന് എനിക്ക് മനസ്സിലാണെന്ന് ഓരോ സഖാഫിക്കും തോന്നും. എനിക്കും തോന്നുന്നു എനിക്ക് അച്ഛങ്ങളെ കൂട്ടത്തിൽ എന്നോട് ഭയങ്കര ഇഷ്ടം തോന്നുന്നുണ്ട് ഉസ്താദിനെ. എനിക്ക് തോന്നിക്കുന്നത് പലപ്പോഴും അങ്ങനെയല്ല, എല്ലാവരോടും അങ്ങനെ. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവത്തിന്റെ ഒരു ഖിലാഫത്താണ്. ഖലീഫയാണ് ഉസ്താദിനോട് ചെറിയൊരു വെറുപ്പല്ല, ഒരു ചെറിയൊരു അഭിപ്രായം ഉസ്താദിന്റെ വിഷയത്തിൽ, ഉസ്താദിന്റെ അഭിപ്രായത്തിൽ എതിരിൽ ഒരു ചെറിയ അഭിപ്രായമുള്ള ഒരു വലിയ പണ്ഡിതൻ, ഒരു വലിയ മനുഷ്യൻ. ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ഉസ്താദിനോടൊന്നും എതിർപ്പല്ല, ചെറിയ അകൽച്ച വന്നു പോയ ഒരാൾ. അയാൾ ഉസ്താദിന്റെ ഒരു ചെറിയ ശിഷ്യനുമാണ്. അയാൾ എന്നോട് പറയാണ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നത്തിൽ കണ്ടപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ എന്നോട് ഒരു ഹദീസ് ഓതി. ഏതാണ് ഹദീസ്? മാ ഫളല അബൂബക്കർ അലൈക്കും ബികസീരി സ്വലാത്തി വലാ സിയാം വലാകിൻ ബിഅംദിൻ വഖറ ഫീ ഖൽബിഹി ഔ ഉഖ്തിറ ഫീ ഖൽബിഹി. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പറ്റി പറഞ്ഞ വാക്കാണ്. പക്ഷേ ആ വാക്ക് ഈ പണ്ഡിതനോട് ഒരിക്കലും തന്നെ ഉദ്ധരിക്കേണ്ട ആവശ്യമില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക്, വിശുദ്ധ ഖുർആനിന്റെ വാക്കൊക്കെ ജാമിയാണ്, എല്ലാ വിഷയവും ഉൾക്കൊള്ളുന്നതാണ്. അദ്ദേഹം പറയാണ്, എന്നോട് റസൂൽ ഓതി തന്ന ഹദീസിലാണ്.
അബൂബക്കർ നിങ്ങളേക്കാൾ ഉയർന്നത് കുറെ നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടുമല്ല, തന്റെ ഹൃദയം അല്ലാഹു പ്രത്യേകമായി മാനിച്ച ഹൃദയമാണ്, അല്ലാഹു ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് എന്ന ഹദീസ് റസൂലുള്ളാഹി തങ്ങൾ എന്നോട് പറഞ്ഞു. ഉസ്താദിനോടിന്റെ അഭിപ്രായത്തോട് ഒരു ചെറിയ അകൽച്ച സൃഷ്ടിച്ച ഒരു പണ്ഡിതനോട് റസൂൽ ഓതി കൊടുക്കുന്ന ഹദീസിന് എന്താർത്ഥം പറയുന്ന സഹോദരന്മാരെ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പറ്റിയല്ല പറയുന്നത്. റസൂലുള്ളാഹിന്റെ കാലത്ത് സിദ്ദീഖ് തങ്ങളെ പറ്റി പറഞ്ഞ ഹദീസാണെങ്കിലും ഇന്നുള്ള ആ പണ്ഡിതനോട് ഈ ഹദീസ് മാത്രം റസൂൽ ഓതി കൊടുത്താൽ അബൂബക്കർ എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്ന അബൂബക്കർ ഉണ്ടല്ലോ, അത് നിങ്ങളെക്കാണൊക്കെ വളർന്നത് ഹൃദയത്തിന്റെ ശുദ്ധി കൊണ്ടും ഹൃദയത്തിന്റെ വളർച്ച കൊണ്ടുമാണ്. അവരോട് നിങ്ങൾ എതിരിന് നിൽക്കരുത് എന്നാണ് പറയുന്നത്. വലിയ മനുഷ്യനാ. അറബിന്റെ കയ്യും പിടിച്ചിട്ട് മർക്കത്തിൽ കൊണ്ടെന്ന് മർക്കത്തിൽ കൊണ്ടിട്ട് അറബി അവിടെ നിന്ന് 5 വർഷം നിശ്ചയിക്കാൻ പോയി. ഞാൻ പറഞ്ഞു ആ നിശ്ചയത്ത് പങ്കെടുത്താൽ തന്നെ എല്ലാ ദിവസവും പൊട്ടും. അറബി അവിടുന്ന് പോയി ഉസ്താദിന്റെ എ.സി റൂമിൽ നിൽക്കും, ഉസ്താദിനെ കാണും, ഉസ്താദിന്റെ നടത്തുന്ന ഇരുത്തൊക്കെ കാണും. സുബ്ഹാനല്ലാഹ്, ഇങ്ങനത്തെ ഒരു മനുഷ്യൻ ആരെയും കണ്ടിക്കണോ? ഒരാള് വണ്ടിയിൽ വന്ന് ഇറങ്ങി ആരോ വണ്ടിയുടെ പേര് കുട്ടിയാകും കിട്ടും, ആ വണ്ടിന്റെ വണ്ടിയാ ആരാ ഇറങ്ങിയത് ഉസ്താദ് ഒരു 10 വട്ടം കണ്ടാൽ മടി തീരൂല. എന്നാൽ ചക്കാസികളോട് ചോദിച്ചു നോക്കി, എപ്പോ ഉസ്താദ് വണ്ടിയിൽ കയറുന്നോ ഇവിടെ പോയി നോക്കാം, എപ്പോ ഇറങ്ങുന്നോ പോയി നോക്കാം, തീരുന്നില്ല. ഇവാണ്ട് ഈ സ്ഥലത്തിലുള്ള ഓരോരുത്തരും ആരെന്താ ഏത് ഉസ്താദ് തയ്യാറൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ ഇവിടെ ഇല്ല വർത്താൻ പറയുന്നത് ആരും ഇത് ഒക്കെ മണ്ടു കാണാത്തവരാ. പിന്നെ എന്താണോ നാളെ പകരം വരുന്നത് എല്ലാവരും ആണ്ടുപോകും, മറ്റന്നാൾ കാണാനൊരു ആണ്ടുപോകുന്നത്. ഇങ്ങനെ അല്ലാഹു തആല എന്നും 16കാരനായി എന്നും പുതുമയായി. അത് കറാമത്താണ്, അത് കറാമത്താണ്. 1 അല്ല 2 അല്ല 100 അല്ല 200 അല്ല പ്രാവശ്യം ഏത് ഉസ്താദിന്റെ സ്വരങ്ങൾ കേട്ടവരും സദസ്സിൽ പങ്കെടുത്തവരുമാണ് ഈ സദസ്സിൽ ഇരിക്കുന്നത്. അവർക്ക് ഇന്ന് ഏത് ഉസ്താദിന്റെ സദസ്സിൽ വരുന്നുണ്ടെന്ന് കേട്ടാൽ എങ്ങനെങ്കിലും ദൈവം അവിടെ പോകാൻ ആഗ്രഹമാണ്. മറ്റുള്ളവരുടെ പ്രസംഗോ ഉസ്താദിന്റെ പ്രസംഗോ വളരെ വ്യത്യാസമുണ്ട്. പ്രസംഗത്തിലെ ഗാംഭീര്യമൊന്നുമല്ല അതിന്റെ കാരണം. അല്ലാഹു സ്വീകരിച്ചു കബൂൽ കൊടുത്തു, മലായികത്ത് സ്വീകരിച്ച അല്ലാഹു ഒരാളെ സ്വീകരിച്ചാൽ മലക്കുകളോട് അതിന്റെ കാര്യം പറയും. പിന്നെ ഭൂമിയിൽ ആ വ്യക്തിക്ക് എല്ലാവരുടെ മനസ്സിലും സ്വീകാര്യം കിട്ടും. അറബി മർക്കത്തിലൊക്കെ നടന്ന ഉദ്ഘാടനത്തിന് ആ മഹല്ലത്തേര് വന്ന് ആ പിന്നെ മുണ്ടിക്കുണ്ടായ മാതിരിയൊക്കെ വന്ന് പോയി എല്ലൊക്കെ വന്ന് പോയി കുടുങ്ങി മണ്ടിയില്ല പോയി ഒരു പോയി. അങ്ങനെ ഉദ്ഘാടനത്തിന് അന്ന് അറബിക്ക് ഏറ്റിയുമാണ് ഉദ്ഘാടനത്തിന് കുടുങ്ങിയില്ലേ. സുബ്ഹാനല്ലാഹ്, ഏറ്റിസ്ഥാപിത് ചെയ്യോ ചെയ്യില്ല. ഇവരാകെ ബേജാറായി ഏറ്റിയെങ്ങാനും പരിപാടിക്ക് എന്നാ പോയില്ലേ കുടുങ്ങി പോയി, സംഗതി പോയി, ആകെ എർപ്പായി. ഈ പറഞ്ഞിട്ട് കാര്യമില്ല, ഈ രാജിക്കല്ല. മലപ്പുറത്ത് കണ്ണീർ സ്ഥാനം കൊടുത്തിട്ട് മലപ്പുറത്ത് തന്നെ എന്നുണ്ട്, ഏതായാലും മലപ്പുറം ജില്ലയിലാണ്. പിന്നെ അനിസ്ഥല കൊടുത്തിട്ട് എവിടെ എവിടെ അപ്പോ എവിടെ കൊണ്ടുവരില്ല, മലപ്പുറം ജില്ലയിലല്ലേ. ആ പിന്നെ കണ്ണേത്ത് പറയാണ് ഏപ്പി എവിടെ, അപ്പോ സ്പീക്കർ ഓഫായി പോയി. കണ്ടോ, ഔലിയാക്കൾക്ക് അങ്ങനെയല്ലേ. അപ്പൊ ഏപ്പിഷ്ടമാണ് ഒരു കാരണത്തിന് ഉസ്താദ് നിനക്കോ പറഞ്ഞിട്ട് അറബിനോട് ഗ്രൂപ്പിന്നൊന്നും വരാൻ പറ്റില്ല. ആദ്യം അവർക്ക് വിഷയമൊന്നും വൃത്തം കിട്ടിയിട്ടില്ല. അപ്പൊ ഉസ്താദ് തന്നെ ഒഴിവായി. ഉസ്താദ് അങ്ങനെയാണല്ലോ, ഒരു കസ്റ്റമർ ആ മനുഷ്യനാ ഇഷ്ടപ്പെടാത്ത മനുഷ്യനാ. നിങ്ങൾ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. എല്ലാ ആളുകളോടും ഉസ്താദ് ഇഷ്ടമാരോടും പറഞ്ഞതാ. നിങ്ങൾ തീവ്രതായിട്ട് വരും നാട്ടിൽ പോയിട്ട് വിത്തനുണ്ടാക്കരുത്. എല്ലാവരോടും ബഹുമാനിച്ച് പെരുമാറുന്ന ഉസ്താദിന്റെ ഉപദേശം. അങ്ങനെ ഉസ്താദ് പോയില്ല. ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അറബി ചെയ്തു പോകുന്നു. അൽഹംദുലില്ലാ, അറബിനെ കയറ്റിയാക്കി ഉസ്താദിനായിട്ട് സന്തോഷമായി. എന്തുണ്ടായി? അറബി അന്നത്തെ പ്രസംഗത്ത് പറഞ്ഞു, ഈ പള്ളിയുടെ പരിപാലന പരിപാടി മുഴുവൻ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. 1 മാസത്തിൽ വരുന്ന കത്തീപും മുക്കിരിയും വെള്ളം മണ്ണും കരണ്ട് വച്ചില്ല ചെലവില്ല തന്നെയാണ്. കമ്മിറ്റിക്കാർക്ക് അൽഹംദുലില്ലാ. പിറ്റത്തെ മാസം പൈസ വേണം. അതിന് തങ്ങൾക്ക് വിളിച്ചില്ല. അങ്ങനെ അറബിനോട് പൈസ തരാൻ പറയും. കത്തീവിന് നല്ലൊരു കത്തീവ് കൊണ്ട് അയാൾക്ക് 5000 റുപ്യ 6000 റുപ്യ പറഞ്ഞുകൊണ്ട് വരും. നിർത്തിയിട്ട് അറബി കൊടുക്കുന്ന കൈയല്ലേ, ഒരു പ്രശ്നമല്ലേ, അച്ഛനും കൊടുക്കാൻ. അങ്ങനെ നിർത്തി 2 മുക്കിരി ഉണ്ട്. അതേമാതിരി നല്ലൊരു മുക്കിരിയും വെച്ച് പിന്നെ ഇഷ്ടംപോലെ നല്ല അതും ആ കട്ടുള്ള പർവ്വ എന്തുണ്ടല്ലോ അത് ആ എഞ്ചിൻ ഇതൊക്കെ എല്ലാ ദിവസവും അതൊക്കെ നടത്താൻ വൃത്തിയാക്കാൻ കായ് അറബി വരുമല്ലോ. ആ ഇത്ര ഉറുപ്പുണ്ട് ബില്ല് അങ്ങോട്ട് പറഞ്ഞു. അങ്ങനെ തങ്ങൾ എന്നിട്ട് തങ്ങൾ ഇന്നോട് പറഞ്ഞതാ. ഞാൻ അറബിനോട് പറഞ്ഞു, പിന്നെ പൈസ അല്ല ഇങ്ങനെ പൈസ വേണം. ശൈഖ് അബൂബക്കറിന്റെ കയ്യിലൂടെ അല്ലാതെ ഞാൻ പൈസ തരൂല. സുബ്ഹാനല്ലാഹ്. തങ്ങൾ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും തമ്പുരാനെ കുടുങ്ങിയല്ലോ.
ഷെയ്ഖ് അബൂബക്കർ പറഞ്ഞു എന്നോട്, അയാളൊരു അമീനാണ്, വിശ്വസ്തനാണ്, മൂപ്പര മുഖേന ഞാൻ പൈസ കൊടുത്താലേ മട്ടത്തിലാവുള്ളൂ, എനിക്കത് മനസ്സിലേക്കുന്ന അറിഞ്ഞു പറയും. കുടുങ്ങിയല്ലോ നമുക്ക് എന്ത് ചെയ്യുന്നു. ഏതായാലും വല്ല തങ്ങൾ നാട്ടിൽ പോകും. ഉസ്താദ് പൈസ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി കമ്മിറ്റിക്കാർ വന്നിട്ട് ഉസ്താദിനോട് വന്നിട്ട് ഉസ്താദ് പറഞ്ഞു, ഞാൻ പൈസ വാങ്ങി തന്നെ ഒരു നിയമം, ഖത്തീബ് ഞാൻ തരുന്ന ആള്, മുക്കിൽ നിങ്ങൾ വെക്കുന്ന ആള്, അങ്ങനെ തന്നെ പറയണം. ദീനിനെ ബോധമുള്ളവരെ പറയണം. ഒരു സുന്നീതം പറയില്ല ഈ കൗമിന്റെ ഖത്തീബന്മാർ ഒന്നും പറയില്ല. ഒരു നാട്ടിലെ സുന്നീതം പറയില്ല. ഏതാ ആചാര്യന്റെ അതിനെത്തിച്ചോണ്ട് പറയും. സുന്നി പറ മുക്കിരി ഏതാണ് സുന്നി പറയണ്ട, നോക്കുമ്പോൾ എല്ലാ മുക്കിരി ഒന്നെ പറയും. മുക്രിയാളെ കളിയാക്കാൻ കേട്ടോ, പരിഹസിക്കില്ല. ഖത്തീബ് ദീൻ പറയുന്നവനാണ്, എല്ലാത്തിനും പൈസ കൊടുത്ത് ഏൽപ്പിച്ചാലും അള്ള ജോലി ചെയ്യും, അതാ പറയുന്നത്. അല്ലാതെ ഗ്രൂപ്പുണ്ടാക്കേണ്ടത് സുന്നി പറഞ്ഞാൽ എല്ലാത്തവരും ഖത്തീബാക്കാൻ പറ്റും, ചെവി പിടിച്ച് പറഞ്ഞതാണ്. അപ്പൊ അത് പറഞ്ഞു, അത് പറ്റില്ല, നിങ്ങൾ ഖത്തീബിനകത്തിന് നമുക്ക് തെറ്റാണുള്ളത്. ഉസ്താദ് നല്ലൊരു സഖാഫിനായിട്ട് കൊടുക്കും, അതാണ്ടായാലേ അത് പോയിട്ട് പിന്നെയാണ് പറയും. അതോടുകൂടെ അത് പിന്നെ പോകണം. അവസാനം തങ്ങൾ വന്നപ്പോ തങ്ങളും കമ്മിറ്റിക്കാരെ കൂടി ഉസ്താദിട്ട് മറ്റത് തങ്ങൾ പറയാണ്, ഞാൻ പറഞ്ഞു എന്താ നിങ്ങൾ പൈസ വാങ്ങിയിട്ട് കൊടുക്കാത്തത്? അപ്പൊ തന്നെ ഏപ്പിസ്താവ് പറഞ്ഞു, തങ്ങളെ എന്തെങ്കിലും പറഞ്ഞു, ഞാൻ പൈസ വാങ്ങിയിട്ട് പൈസ കൊടുക്കാതിരിക്കും. ഞാൻ 5 കാശ് അറബിന്റെ കയ്യിൽ വാങ്ങിയിട്ടില്ല. ഞാൻ ഇവരോട് പറഞ്ഞത്, ഞാൻ അറബിയോട് പൈസ വാങ്ങി തരണമെങ്കിൽ ഞാൻ പറയുന്ന ഖത്തീബിനെ നോക്കണം, മുസ്ലിം എനിക്ക് കിട്ടുള്ളത് നോക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ 5 കാശ് വാങ്ങിയിട്ടില്ല. എന്തുണ്ടായി? അവര് ഈ അറബിന്റെ കാശ് വേണ്ടാന്ന് വെച്ചു. അങ്ങനെയാണല്ലോ. വിഷയം നടക്കുന്നില്ലേ വേണ്ടത്, ഏറ്റ് ബന്ധപ്പെട്ടുക. ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹിയുമായി 25 വർഷം ബന്ധമുള്ള അതും മാസത്തിൽ 3ലേറെ പ്രാവശ്യം CM വലിയുള്ളാന് പോയി കാണുകയും കണ്ടില്ലെങ്കിൽ CM വലിയുള്ളാഹിക്ക് വിഷമവും വന്നിരുന്ന ബഹുമാനപ്പെട്ട CP അബ്ദുൽ ഖാദർ മുസ്ലിയാർ നല്ലൊരു സൂഫിയാണ്. 10-70 കുട്ടികൾക്ക് ഓതിക്കൊടുത്തിരുന്ന ഒരു സൂഫിയാണ്. AP ഉസ്താദിന്റെ ശിഷ്യനാണ്. AP ഉസ്താദിന്റെ ഇളയച്ചനുമാണ്. അദ്ദേഹം വഫാത്തായി പോയി, ദാറുമായത്തിനനുസരിച്ച്. അദ്ദേഹം എന്നോട് പറഞ്ഞു, CP ഉസ്താദ് എപ്പോഴൊക്കെ CM-ന്റെ അടുത്ത് പോയിട്ടുണ്ടോ, റമദാനിൽ ഒരു നോമ്പ് തുറ CM-ന്റെ അരികിൽ ഇരുന്നുകൊണ്ട് തുറക്കണം. അത് CM-ന്റെ നിയമമാണ്. അബ്ദുൽ ഖാദർ മുസ്ലിയാർക്ക് എല്ലാ മാസവും 3 പ്രാവശ്യമെങ്കിലും സിയാറത്ത് ചെയ്യും. ഇങ്ങനെയുള്ള CP ഉസ്താദിനെ ഉൾനിയന്ത്രിച്ചിരുന്ന AP ഉസ്താദിനെ പോലെ തന്നെ CP ഉസ്താദിനെ നിയന്ത്രിച്ചിരുന്നത് CM വലിയുള്ളാഹിനെ. CM വലിയുള്ളാഹിന്റെ അടുത്ത് ഞാൻ പോയ ഒരു ദിവസവും ആദ്യമായി AP-യുടെ അവസ്ഥ എന്തുണ്ടെന്ന് ചോദിക്കാനുണ്ടായിട്ടില്ല. CP ഉസ്താദ് പറയാണ്, ഞാന് അജ്മീർ ഖാദിനെ സിയാറത്ത് ചെയ്തിട്ട് അവിടെ നിന്ന് ഖാദിനെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചു. അതിനുവേണ്ടി സിയാറത്ത് ചെയ്തു. അന്ന് രാത്രി ഖാജയെ ഞാൻ കണ്ടു. ഖാജയോട് ഞാൻ ചോദിച്ചു, എന്നോട് CP ഉസ്താദ് അവരെ വീട്ടിൽ നിന്ന് പറഞ്ഞതാ. CP ഉസ്താദ് നേരിട്ട് പറഞ്ഞ, ഞാൻ ഖാജയോട് ചോദിച്ചു, ഖാജ ഞങ്ങളുടെ ഉസ്താദിന്റെ സ്ഥാനം ഏതാണ് എന്ന് ഞാൻ ഖാജയോട് ചോദിച്ചു. AP ഉസ്താദിന്റെ സ്ഥാനം ഏതാണ്? അപ്പൊ ഖാജ പറഞ്ഞു, റുക്നുൻ മിൻ അർക്കാനിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ഒരു നെടും തൂണാണെന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ഖാജയോട് പറഞ്ഞു, ഇസ്ലാമിന്റെ തൂണാണെന്നത് ഞങ്ങൾക്ക് തന്നെ അറിയാം. അതല്ല ഞാൻ ചോദിക്കുന്നത്, ഔലിയാക്കളുടെ കൂട്ടത്തിൽ, ഔലിയാക്കളുടെ വിഭാഗത്തിൽ ഞങ്ങളുടെ ഉസ്താദിന് വല്ല സ്ഥാനവുമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഉടനെ തന്നെ ഖാജ എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഔലിയാക്കൾക്ക്, ഇന്ത്യ രാജ്യത്തിന് മാത്രമല്ല മൊത്തമുള്ള ഔലിയാക്കൾക്ക് ഒരു ശൂറയുണ്ട്, ഒരു മുശാവറയുണ്ട്. ആ മുശാവറയിൽ ഒരു പ്രധാന അംഗമാണ് AP എന്ന് ഖാജ എന്നോട് പറഞ്ഞു എന്ന് CP ഉസ്താദ് എന്നോട് പറഞ്ഞു. സഹോദരന്മാരെ, എന്തായി പറയുന്നത്? അല്ലാഹു തആല ദുനിയാവിന്റെ പുറമ്പോച്ചായ ഭാഗം കൊടുത്ത ഔലിയാക്കളുണ്ട്, അമ്പിയാക്കളുണ്ട്. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ പോലെ വലിയ കൊട്ടാരം കൊടുത്ത ഒരു മനുഷ്യൻ ദുനിയാവിൽ ഉണ്ടായിട്ടില്ല. അതിനുള്ളിൽ ജീവിച്ചിരുന്നത് ഔലിയാക്കന്മാരുടെ അച്ഛനാണ്. ഔലിയാക്കന്മാർ വളർന്ന് അവരെത്രയാലും അമ്പിയാക്കന്മാരുടെ തുടക്കത്തിലേക്ക് പോലും എത്തുകയില്ല. അത്രയും ഇലാഹി ബോധത്തിലുള്ള ആ മനസ്സുള്ള വലിയന്റെ അപ്പുറത്തുള്ള അമ്പിയാക്കളിൽപ്പെട്ട അത്യുന്നതനായ സുലൈമാൻ നബി ജീവിച്ചിരുന്നത് വലിയൊരു കൊട്ടാരത്തിലാണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് കൊട്ടാരമോ യസീറുമോ വിലായത്തിനോ നുബുവത്തിനോ എതിരില്ല എന്ന് മനസ്സിലാക്കണം. ആ സുലൈമാൻ നബി അലൈഹിസ്സലാം സഞ്ചരിച്ചിരുന്ന വണ്ടിയെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്,
രാവിലെ പുറപ്പെട്ടാൽ വൈകുന്നേരമാകുമ്പോഴേക്കും സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ വണ്ടി എത്തിയിരുന്നത് അക്കാലത്തെ ഉയർന്ന വണ്ടികൾ സഞ്ചരിച്ചാൽ 1 മാസം കൊണ്ട് സഞ്ചരിച്ചാൽ എത്തിയിരുന്ന അത്രയും ദൂരത്തേക്ക് ഒരു രാവിലെ പുറപ്പെട്ടാൽ വൈകുന്നേരമാകുമ്പോഴേക്കും എത്തുമായിരുന്നു. ഒരു വൈകുന്നേരം പുറപ്പെട്ടാൽ രാവിലെ ആകുമ്പോഴേക്കും 1 മാസം സഞ്ചരിച്ചാൽ എത്തുന്ന അത്രയും എത്തുമായിരുന്നു. ഇത്ര വേഗതയുള്ള ഒരു വണ്ടി ഉസ്താദിനുള്ള കൊടുത്തിട്ടില്ല. ഔലിയാക്കളുടെ സംഘടനയാണ് വാസ്തവത്തിൽ ഈ ഗ്രൂപ്പ്. ഔലിയാക്കൾ മാത്രമാണ് ഞാൻ തിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഉസ്താദ് വലിയ കറാമത്തുള്ള മഹാനാണ്. എത്രയോ ഔലിയാക്കൾ ഉസ്താദുമായി ബന്ധമുണ്ട്. ഉസ്താദിന്റെ തർക്കത്ത് വാങ്ങുന്നവരാണ് അധിക ഔലിയാക്കൾ. അങ്ങനെ എന്നെ പറയണം. കൊട്ടിക്കുള അബ്ദുൽ അസീസ് കാടി പലരും കണ്ടിട്ടുണ്ടാവും. വർഷ സമ്മേളനത്തിന് 4ഓ 5ഓ സമ്മേളനത്തിന് വരുന്നത് ഞാൻ എന്റെ കണ്ടുകൊണ്ടുണ്ട്. അബ്ദുൽ അസീസ് കാടിന് ആർക്കും കൈ കൊടുക്കൂല, ആർക്കും കൊടുക്കൂല. കൈ ഒരാൾക്ക് കൈ കൊടുക്കണമെങ്കിൽ കയ്യിലൊരു മുണ്ടിട്ടേ കൊടുക്കൂ. ഉസ്താദിന് നേരിട്ട് കൈ കൊടുക്കൂ. കൊട്ടിക്കുളം എന്തേ അബ്ദുൽ അസീസ് കാടി ഇങ്ങനെ മുണ്ടിട്ട് കൈ കൊടുക്കുന്നുണ്ട് എനിക്ക് അറിഞ്ഞൂടട്ടോ. ഒരു വലിയൊരു മഹാനാണ്. അല്ലാഹു റസൂലുമായി ബന്ധമുള്ള ഒരു വലിയ ആശിക്കായ മനുഷ്യനാണ്. 2 വർഷത്തോളം മലർന്ന് കിടന്ന് ജീവുണ്ട് ആ രൂപത്തിൽ കിടന്നിരുന്നു അബ്ദുൽ അസീസ് കാടി സുഖല്ലാതെ. ആ കാലത്ത് റബീഉൽ അവ്വൽ 12-ന് ഒരു വലിയ മൗലിദ് നടത്താറുണ്ട് തന്റെ വീട്ടിൽ. ആ മൗലിദിന് 12-ന്റെ അന്ന് ജീവനില്ലാത്ത പോലെ കിടക്കുന്ന അബ്ദുൽ അസീസ് കാടി സംസാരിക്കുകയും പിന്നെ ബോധം തിരിച്ചു കിട്ടുകയും ചെയ്തു. 12-ന് മാത്രം. അത്രയും വലിയ കറാമത്തുള്ള മഹാൻ. അല്ലാഹു റസൂലിനെ നേരിട്ട് കണ്ടു എന്ന് എന്നോട് അബ്ദുൽ അസീസ് കാടി പറഞ്ഞിട്ടുണ്ട്. നേരിട്ട് കണ്ടു റസൂലുള്ളാഹി. 18-ാമത്തെ വയസ്സിൽ എന്റെ വീട്ടിൽ എന്റെ ഉപ്പയുടെ ദർസിൽ റിയാളോടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പെട്ടെന്നും അവസ്ഥ മാറി റൂമും പള്ളിയും ഒന്നും കാണാത്തൊരവസ്ഥയുണ്ടായി. ഞാൻ എന്റെ ഉണർച്ചയിൽ കാണുകയാണ് വലിയൊരു സംഘം വരുന്നു. ഒരാൾ വിളിച്ചു പറയുന്നു, ഹാദാ റസൂലുള്ളാഹ്, ഈ വരുന്നത് നബിതങ്ങളാണ്, ഈ വരുന്നത് നബിതങ്ങളാണ് നിങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. ഞാനിത് കണ്ടു. ഞാൻ നോക്കുമ്പോൾ ഒരു കുതിരയുടെ മുകളിൽ റസൂലുള്ളാഹികളുണ്ട്, പിന്നിൽ കുറെ സ്വഹാബിമാരുണ്ട്. ഞാൻ ചാടി നേരിട്ട് റസൂലുള്ളാഹികൾ എന്നെ കൂട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ ചുംബിച്ചു എന്നും പറഞ്ഞ് കൊട്ടിക്കുളം അബ്ദുൽ അസീസ് കാടി പൊട്ടിച്ചരഞ്ഞു. എന്നോടാ പറഞ്ഞത്. വലിയ കറാമത്തുള്ള മഹാനാണ്. എന്ന് പറഞ്ഞാൽ മറ്റൊരു വാക്ക് മനുഷ്യൻ പറയില്ലേ. നോക്കുക, ഔലിയാക്കൾ മുഴുവൻ ഉസ്താദിനെ മനസ്സിലാക്കി. ഉസ്താദിനെ നിർത്തിയിട്ടുള്ളത് അവരാ. ഉസ്താദ് അവരാളാണ്. ഔലിയാക്കൾ മുഴുവൻ ഉസ്താദിന്റെ ആളാണ്. ഏതെങ്കിലും ഒരു മഹാൻ. അപ്പൊ ചിലവരൊക്കെ പറയുന്നത് കീശേരി മാമൂലേരി ഏൽപ്പിക്കാനെതിരാണ്. സുബ്ഹാനല്ലാഹ്. ഉസ്താദിനെതിരെന്ന് ഇവിടെ പ്രചരിപ്പിച്ചവർ പലരും ആളുകളുടെ പേര് ഞാൻ ഇവിടെ പറയുന്നത്. ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദിന്റെയും ഏസി ഉസ്താദിന്റെ ഇടയിൽ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ ഇവിടെ നടത്തിയത്. ആ മനുഷ്യൻ പലതും പറഞ്ഞിട്ടുണ്ട്. ഈ നാട്ടിൽ കുണ്ടൂർ ഉസ്താദിനെ പരിചയപ്പെടുത്തുന്നത് ബുഷിന് ചെരുപ്പോണ്ട് കയറിയിട്ട് കിട്ടിയ ഉടനെ അതായത് ദ്വീപിന് വിളിച്ചിക്കണമല്ലോ. ഇതാ ഇന്റെ അടുത്ത് ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് എഴുതി തന്ന ഒപ്പിട്ട ഒരു കടലാസുണ്ട്. ഞാനത് അങ്ങോട്ട് ദർഗയ്ക്ക് കൊണ്ടുതരാൻ വേണ്ടത് അറിയിച്ചിരുന്നു. എന്തായുള്ളത്? കുണ്ടൂർ ഉസ്താദ് അന്ന് എഴുതി കൊടുത്തതാ. ഒരു ദിവസം ബുഷിന്റെ എന്തോ പ്രശ്നം മൊയിലേര് പറഞ്ഞപ്പോ ബുഷ് നീതനാണ്, അവന് ചെരുപ്പ് കൊണ്ട് കയറി കിട്ടും. എന്നിട്ട് കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഒപ്പ്. അങ്ങനത്തെ വൈബ് അറിയുന്ന മനുഷ്യൻ. എത്ര വൈബാ പറഞ്ഞത്? എന്റെ അനുഭവത്തിൽ തന്നെ എന്റെ കുണ്ടൂർ ഉസ്താദ് വൈബ് പറഞ്ഞു. ഞാൻ എന്റെ ജ്യേഷ്ഠന് എന്റെ ഉപ്പയും ഒക്കെ കൂടെ സുബൈയുടെ മുമ്പ് അവിടെ ഉസ്താദ് കോളേജിന്റെ ഉള്ളിലെ ഒരു റൂം, അതിന്റെ ഉള്ളിലെ ഒരു റൂമിന്റെ ഉള്ളിൽ കിടന്നു. സുബൈയുടെ നേരം ജമാഅത്ത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. സുബൈ നന്നായിട്ടൊന്നിന്റെ സുബൈക്കാൻ കഴിഞ്ഞ ഉടനെ ഞങ്ങൾ പുറത്താ. ഞങ്ങൾ മൂക്കിന് ചൂള പുറത്തു വിടാത്ത രൂപത്തിൽ ഉസ്താദിനെ ഉണർത്തരുത്, ഒന്നും ചെയ്യരുത്, അതുപോലെ ചെയ്യുന്നവർക്ക് മിണ്ടാതെ പഴയ ഭാഷ പറഞ്ഞ എറാഫാത്ത് നിൽക്കുമ്പോ എന്റെ മനസ്സിൽ തോന്നി, പറത്തോനെ കുണ്ടൂർ ഉസ്താദ് സുബൈസ്കരിച്ചിട്ടില്ലല്ലോ. റൂമിന് നിൽക്കരിച്ചാലും ഈ മനുഷ്യന്മാർ ഇതിന്റെ ഒപ്പമുള്ളതൊക്കെ നാടന്മാരാണ്. വല്ലവർക്കും വല്ലതും വേണ്ടാത്ത തോന്നുന്നു ഉസ്താദിനെ പറ്റി. റബ്ബേ തോന്നാനെ മതിയായിരുന്നു. തോന്നിയാൽ പിന്നെ നമ്മൾ പോയ കാര്യം കൂടുതലും അർത്ഥം. നമ്മൾ വേണ്ടാത്ത ചിന്തയിൽ തന്നെ നമുക്ക് ഫലം ഉണ്ടാവില്ലല്ലോ. മഹാന്മാരുടെ അതല്ലേ. അപ്പൊ എന്റെ മനസ്സിൽ ഇവരെ നിയന്ത്രിക്കൽ എങ്ങനെയാന്നുള്ളത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാം. ഈ ടൈമിൽ ആ മനുഷ്യന് ഉള്ളിന്റെ ഉള്ളിന്ന് ഇത് വായിക്കുകയാണ് ഹൃദയം. വിളിച്ചു പറയാണ്, ആരാ പുറത്തുള്ളത്? ഒരു അക്ഷരം ഞങ്ങൾ സംസാരിച്ചിട്ടില്ല.
ഒരക്ഷരം സംസാരിച്ചിട്ടില്ല, ഒരു മനുഷ്യനറിയില്ല ഞങ്ങളവിടുള്ളത്. ഉള്ളിന്ന് വിളിച്ചു ചോദിക്കുന്നു, ആരാണ് പുറത്ത്? സൈദാനി ഹാജിയാണോ? നിങ്ങളെ മോന്റെ തൊട്ടട് മാറിയോ? ഞാൻ സുബഹി നിസ്കരിച്ചിക്കണേ, എനിക്ക് ബെജാറ് കെടുക്കാണ്, ഇനി ഞാൻ നേരത്തെ നിസ്കരിച്ചും ചെല്ലും. എങ്ങനെ ചെല്ലുന്ന നോക്കി, ആരാ പുറത്ത്? സൈദാനി ഹാജിയാണോ? മോന്റെ തൊട്ടട് മാറിയോ? ഞാൻ സുബഹി നിസ്കരിച്ചിക്കണേ, എനിക്ക് ബെജായിട്ട് കെടുക്കാണ്, ഞാൻ നേരത്തെ നിസ്കരിച്ചും ചെല്ലും. അവിടെ ഉള്ള സംഭവം ഒക്കാണ് പറഞ്ഞു. എന്റെ മനസ്സിൽ വന്നിരിക്കുന്നതും അവിടെ മന്ത്രം ഒക്കെ ഉള്ള ഒക്കങ്ങൾ പറഞ്ഞു. ഇങ്ങനെ കറാമത്തുള്ളത് ഈ മനുഷ്യൻ തന്റെ തന്റെ ഇടയിലും ഏത് ദിവസത്തിന്റെ ഇടയിൽ ആ സോപ്പായ ഹൃദയത്തിലെ എന്തൊക്കെയോ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാ. അവസാനം ഇത് നേരിട്ട് കീശേരിയോട് ചോദിക്കാൻ തീരുമാനിച്ചു. അപ്പൊ കുണ്ടൂർ ഉസ്താദിനെ ക്ഷണിച്ചു. കുണ്ടൂർ ഉസ്താദ് കുണ്ടൂർ ഉസ്താദ് ജമലുലേലി തങ്ങളെ കൊണ്ടാകാൻ പറഞ്ഞു. ജമലുലേലി തങ്ങളും അബ്ദുസ്താദും AP ഉസ്താദും ഈ പറഞ്ഞ ആര്യമാരിൽ 3-4 ആളുകളും കൂടെ നേരിട്ട് കീശേരിയുടെ അടുത്ത് പോയി. താനാൾ അബ്ദുസ്താദ് പോയി ചോദിച്ചു. AP ഉസ്താദിനെ കണ്ടപ്പോ കീശേരി മെമ്മൂരിലേക്ക് ഇറങ്ങി വന്നു. സലാം പറഞ്ഞ് കൈ പിടിച്ചു. എന്നിട്ട് അരമണിക്കൂറോളം സംസാരിച്ചു. അത് കഴിഞ്ഞ് AP ഉസ്താദ് അന്ന് പൂനൂരിലെ ഹോസ്പിറ്റൽ ഉദ്ഘാടനത്തിന് വേണ്ടി മെമ്മൂരിയെ രക്ഷടിച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ ഇൻഷാള്ള അവിടെ ഉണ്ടാവും, നിങ്ങൾ കുണ്ടൂർ അബ്ദുൽ ഖാദർ മൊയ്ലിയെ വിളിച്ചോളി എന്നും പറഞ്ഞു. അങ്ങനെ കുണ്ടൂർ ഉസ്താദാണ് ഉദ്ഘാടനത്തിൽ. കുണ്ടൂർ ഉസ്താദ് അയച്ചു എന്ന് അവിടെ ചെന്നിട്ട് പറഞ്ഞിട്ടില്ല. കുണ്ടൂർ ഉസ്താദിനെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ കുണ്ടൂർ ഉസ്താദാണ് നോക്കുന്നത്. എല്ലാ ഉലിയാക്കളും മുഴുവൻ ഉസ്താദിന്റെ കൂടെയാണ്. ഉസ്താദിനൊപ്പം ബഹുമാനപ്പെട്ട വടകര മുഹമ്മദ് ഹാജി തങ്ങൾ വലിയ കറാമത്തുള്ള മഹാനാണ്. ആയിരക്കണക്കിന് കറാമത്തുകൾ വടകരയെ സംബന്ധിച്ച് ബന്ധമുള്ള ആളുകൾ പറയുന്നു. സഹോദരന്മാരെ, എന്തെല്ലാം കറാമത്താണ് മുഹമ്മദ് ഹാജിക്കുള്ളത്. ആ മനുഷ്യൻ AP ഉസ്താദിനുള്ള ബഹുമാനം ചില്ലറായിരുന്നില്ല. ഒതുക്കിങ്ങനെ ഹിയാവുസുന്നയിൽ കോളേജില് ഹയാത്തുള്ള കാലത്ത് AP ഉസ്താദിന്റെ ഹയാത്തുള്ള കാലത്ത് നമ്മളവിടെ പഠിച്ചിരുന്ന കാലം 2ാം കൊല്ലം മുതൽ അവിടുത്തെ ബിരുദം കൊടുക്കുന്ന 2ാം കൊല്ലം ബിരുദം കിട്ടുകഴിഞ്ഞാൽ അതിന്റെ ശേഷമുള്ള എല്ലാ വർഷവും ഉസ്താദ് മുഹമ്മദ് ഹാജി വഫാത്താവുള്ള എല്ലാ കൊല്ലവും മുഹമ്മദ് ഹാജിയെ ക്ഷണിച്ചിട്ടുണ്ട്. മുഹമ്മദ് ഹാജി ആ സ്റ്റേജിൽ ഉണ്ടാവാറുണ്ട്. മുഹമ്മദ് ഹാജി പ്രസംഗിക്കാൻ വേണ്ടി, മുഹമ്മദ് ഹാജി അങ്ങനെ പ്രാസംഗികനൊന്നുമല്ല, പ്രസംഗിക്കാൻ വേണ്ടി മൈക്ക് പടക്കത്തിന് വേണ്ടി വെച്ചു കൊടുത്തപ്പോ മുഹമ്മദ് ഹാജി പറഞ്ഞിട്ടുണ്ടാ, ശഹീദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ എന്ന ആയത്തോതിയിട്ട് പറഞ്ഞു. ഈ ആയത്താണ് AP മൊയ്ലിയർ തെളിവായി ഓതല്. AP ഉസ്താദ് ഓതുന്നത് തെളിവായിട്ട് ഓതുന്നതിന് അപ്പടി അതേപോലെ പഠിച്ചു വെച്ചിട്ട് പറയാം. ഉസ്താദിനോട് വലിയ സ്നേഹമാണ്. വീട്ടിൽ നടത്തുന്ന മേറാജ് നേർച്ചയിൽ ഉസ്താദ് ഒരു പ്രത്യേക ക്ഷണിതാവാണ്. ഉസ്താദ് എല്ലാ വർഷവും ഉസ്താദിന് വേണ്ടി ഒരു ആടറക്കും, ഒരു ചാക്ക് ചോറും ഉസ്താദിന്റെ പേരിൽ മുഹമ്മദ് ഹാജി വീട്ടിലുണ്ടാക്കും. ഔലിയാക്കൾ മുഴുവനും അങ്ങനെ. ഒരാൾക്ക് വല്ലതും മറിച്ചു തോന്നുന്നുണ്ടെങ്കിൽ അവന്റെ കൽബിൽ ഇബ്ലീസ് പിടിച്ചിരിക്കുന്നു. അവർക്ക് അന്തമാമനാമക്ക് അവരെ കൂടെ പോകാം. സഹോദരന്മാരെ, നാം പിടിച്ച വള്ളി അത് മുരടുള്ള വള്ളിയാണ്. അത് സത്യത്തിലേക്ക് പടർന്നുപോയ വള്ളിയാണ്. സത്യം മാത്രമുള്ള വഴിയാണ്. ആ വഴിയിൽ ആത്മാർത്ഥമായി കഴിയുന്നതൊക്കെ ചെയ്ത് നാം മുന്നേറണം. എല്ലാവർക്കും ഉസ്താദിലൂടെ ഹിദായത്ത് ലഭിച്ചു. ഉസ്താദിന്റെ കൂടെ താജുലുലമയുടെ കൂടെ, വെളുത്തൂർ ഉസ്താദിന്റെ കൂടെ, സുലൈമാൻ ഉസ്താദിന്റെ കൂടെ, പെൺമുള ഉസ്താദിന്റെ കൂടെ, കോട്ടൂർ ഉസ്താദിന്റെ കൂടെ, ഇസ്മായിൽ ഉസ്താദിന്റെ കൂടെ, MA ഉസ്താദിന്റെ കൂടെ, ഇതുപോലുള്ള ഉയർന്ന ഔലിയാക്കളായ മഹാന്മാരുടെ കൂടെ അല്ലാഹു ഈ സ്നേഹം കൊണ്ട് നമ്മെ ആഖിറത്തിൽ ഒരുമിച്ച് കൂട്ടി അവരൊക്കെ പേര് വിളിക്കുമ്പോൾ അവരെ ആളുകളെ വിളിച്ചും അക്കൂട്ടത്തിൽ മറുപടി പറഞ്ഞ് ചെറിയ ഹിസാബ് നടത്തി അള്ളാഹുവിന്റെ മുമ്പ് രക്ഷപ്പെട്ട് അവരെ കൂടെ കൂടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ആർക്കണം. അസ്സലാമു അലൈക്കും.